പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളുമായി ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബിജു ഡാനിയൽ. രാജസ്ഥാന്റെ മണ്ണിൽ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ഇന്നും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തൻ. തന്റെ ജീവിതത്തിലെ നിരവധി അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ കേൾക്കാം. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രചോദനവും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും പ്രിയ ദൈവദാസന്റെ സാക്ഷ്യം മുഖാന്തരമായി തീരും. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കും. കർത്താവിന്റെ ദാസൻ ബിജു ഡാനിയലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസന് ഒന്ന് പറയാമോ, രാജസ്ഥാനിൽ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എന്ത് മിനിസ്ട്രി, എങ്ങനെയാണ് അവിടെ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന ചുരുക്കം വാചകങ്ങൾ ഒന്ന് പറയാമോ? ആദ്യമേ തന്നെ എല്ലാ അരോമ ടിവി വ്യൂവേഴ്സിന് എൻ്റെ പ്രൈസ് ലോർഡ് അറിയിക്കുന്നു. ഞാൻ രാജസ്ഥാനിൽ നിന്ന് അജ്മീർ ഡിസ്ട്രിക്റ്റിനകത്ത് വേല ചെയ്യുന്നു. ഇപ്പം 2 മക്കൾ എനിക്കുണ്ട്. മോള് 12th വരും, ഇപ്പം മോന് 5ാം ക്ലാസ്സിലാണ്. പിന്നെ മമ്മി കൂടെ ഉണ്ട്, ബ്രദറും വൈഫും ഇപ്പം കൂടെ ഉണ്ട്. ഓക്കെ, കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസന് സംസാരിക്കുവാനും പരിചയപ്പെടുത്തുവാനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടരുവാനുമായിട്ട് സംസാരിക്കാനുള്ള സമയമാണ്. തുടർന്ന് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ആദ്യമേ തന്നെ ഇതുപോലെ എനിക്കൊരു അവസരം തന്ന ദേവദാസൻ, ബഹുമാന്യ ദേവദാസൻ ഡാനിയൽ ജോൺ, അവർക്ക് ഞാൻ ഹൃദയത്തിൽ നന്ദി പറയുന്നു. ഇതുപോലെ അരോമ ടിവിൻ്റെ കൂടെ ചേർന്ന് ദൈവം ചെയ്ത എല്ലാ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്കും ഒരു അവസരം കിട്ടി. ഞാൻ വിചാരിക്കുന്നു ഇത് കേൾക്കുന്നവർക്കൊക്കെ തീർച്ചയായും ഒരു അനുഗ്രഹമായി തീരും. കാരണം നമ്മുടെയൊക്കെ അനുഭവങ്ങളാ മറ്റവരുടെ ജീവിതത്തിൽ അവർക്ക് വിശ്വാസം നിൽക്കാൻ വേണ്ടിയും വിശ്വാസത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും സഹായിക്കുന്നത്. കാരണം ഞാനും ഒത്തിരി വേറെ അനുഭവം കൊണ്ട് ജീവിതത്തിൽ പഠിച്ചതും മനസ്സിലാക്കിയതും ഇന്നും ശുശ്രൂഷയിൽ നിൽക്കുന്നതും. എൻ്റെ പേര് ദേവദാസൻ പറഞ്ഞ പോലെ പാസ്റ്റർ ബിജു ഡാനിയലാണ്. ഞാനൊരു മിഷണറി കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ പപ്പയുടെ പേര് ലേറ്റ് പാസ്റ്റർ ഷോമേൽ ഡാനിയലാണ്. മമ്മിയുടെ പേര് മറിയാമ്മ ഡാനിയൽ. 2 പേരും ഒരു നോമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. മമ്മി യാക്കോബ കുടുംബത്തിൽ നിന്നായിരുന്നു, പിന്നെ പപ്പ മർത്തമ കുടുംബത്തിൽ നിന്നായിരുന്നു. പപ്പ ചെന്നൈ HBA ഗ്രാജുവേറ്റ് ആയിരുന്നു. പക്ഷെ അവര് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിലോട്ട് 4 പേര് വന്നു. ആദ്യമായിട്ട് വന്ന ഒരു ബാച്ചിനകത്തായിരുന്നു എൻ്റെ ഡാഡി. അങ്ങനെ ആദ്യമേ തന്നെ രാജസ്ഥാനിൽ തന്നെ വന്നു. രാജസ്ഥാനിലെ സീക്കർ ഡിസ്ട്രിക്റ്റിനകത്ത് പപ്പായും മമ്മിയും ദൈവത്തിൻ്റെ വേല ആരംഭിച്ചു ചെയ്തു. അവിടെ എൻ്റെ ജന്മം, അവിടെ ഞാൻ ജനിച്ചു. അവിടെ ഇരിക്കുന്ന സമയത്ത് മമ്മിയോട് ദൈവം സംസാരിച്ചത്, നിങ്ങൾ ഇവിടുന്ന് രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്ട് നസീറാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പപ്പായും മമ്മിയും തീരുമാനം എടുത്തു. അന്ന് ഞങ്ങൾ 3 മക്കളാ. എൻ്റെ ഒരു ചേട്ടനുണ്ട്, ഷുഗു ഡാനിയൽ, പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, ഇളയത് റേച്ചൽ ഡാനിയൽ. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ 7 വയസ്സുണ്ട് എനിക്ക്, 2ാം ക്ലാസ്സിലാണ്. അങ്ങനെ 2ാം ക്ലാസ് തൊട്ട് ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ജനിച്ച് വളർന്നു. പപ്പായൊക്കെ ആക്ച്വലി ബ്രദറും ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവരൊക്കെ. ആ സമയത്ത് രാജസ്ഥാനില് ബ്രദറിൻ്റെ ഒക്കെ നല്ല വർക്കായിരുന്നു.
പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം ഈ ആർമി ക്യാമ്പസിനകത്തോട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. ആരംഭത്തിൽ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. ഒരു 11 വർഷം ഒത്തിരി വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. വാടകയ്ക്ക് തന്നെ ഒരു ഹോൾ എടുത്തു. അങ്ങനെ വേല ആരംഭം ചെയ്തു. അങ്ങനെ പപ്പ അടുത്ത ഗ്രാമത്തിലൊക്കെ പോകും, സുവിശേഷം പറയും. ഞങ്ങളിങ്ങനെ എഡ്യൂക്കേഷനൊക്കെ, ഞാൻ കേന്ദ്ര വിദ്യാലയ സ്കൂളിലാണ് പഠിച്ചത്, KV സെൻട്രൽ ഗവൺമെന്റ് സ്കൂളിൽ. പക്ഷേ ചെറുപ്പം തൊട്ട് ഞാൻ അനുഭവിച്ച ഒരു കാര്യം, സുവിശേഷ വേലയ്ക്കകത്ത് ഒത്തിരിയും പപ്പയുടെ സമയത്തൊക്കെ ഒത്തിരി ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ദൈവം, സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്കൂളായിരുന്നു. അതും 3 മാസത്തിൽ ഒരു പ്രാവശ്യം ഫീസ് കൊടുത്താൽ മതി. ആ സമയത്ത് 15 രൂപയായിരുന്നു. പക്ഷെ ഒത്തിരി പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ആ 15 രൂപ പോലും സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഒത്തിരി നാണമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഇങ്ങനെ പപ്പ ഇവരെയും ക്രൂസാൻ്റെ കൂടെ ആയിരുന്നു. ഡൽഹിയിലൊക്കെ പോവും, വരും. വെളിയിൽ നിന്ന് വരുന്ന ബ്രിട്ടീഷുകാരുടെ തുണികളൊക്കെ ഉണ്ട്, ഞങ്ങളുടെയൊക്കെ അനുസരിച്ച് എടുത്തോണ്ട് വരും. പക്ഷെ വെളിയിൽ നിന്ന് കണ്ടാൽ ഞങ്ങൾ നല്ല തുണി ഇടുന്നു, ചുറ്റമായിട്ട് നടക്കുന്നു. പക്ഷെ ആർക്കും നമ്മുടെ ആക്ച്വലി ജീവിതത്തിന്റെ പ്രയാസമോ ബുദ്ധിമുട്ടോ അതൊന്നും ആർക്കും അറിയത്തില്ല, ആരോട് പറയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. പപ്പ എപ്പോഴും ഇങ്ങനെ വേലയ്ക്ക് അയക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ 12th കംപ്ലീറ്റ് ചെയ്തു 1992. അതുകൊണ്ട് ഞാൻ BA ചെയ്തു 1995. പിന്നെ യഥാർത്ഥം ഞാൻ നോക്കിയാൽ ഒരു ലോകപ്രകാരവും അങ്ങനെ ലോകത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കോളേജ് ലൈഫിലൊക്കെ പാർട്ടിനകത്ത് ചേർന്നു, കോളേജിനകത്ത് ഇലക്ഷൻ ഫൈറ്റ് ചെയ്തു. അങ്ങനെ രണ്ടിടത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു. പിന്നെ ഞാൻ ടീച്ചറായിട്ടും ട്യൂട്ടറായിട്ടും ആ സമയത്ത് ഇംഗ്ലീഷ് ടീച്ചറും ട്യൂട്ടറുമായിട്ട് ഞാനിങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ PGDC ചെയ്തു 2002. പക്ഷെ 2000 അങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിന്റെ അകത്ത് ഒരു ചോദ്യം എനിക്ക് ഉണ്ടായി. ആ ചോദ്യം ഇതായിരുന്നു: ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഹൗ ക്യാൻ യു ബി സക്സസ്ഫുൾ? എങ്ങനെ ജീവിതത്തിൽ സക്സസ് ആകും പറ്റുമോ? എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. അന്നാ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്ത്, എൻ്റെ അകത്ത് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി ആ ദൈവത്തിന് വേല ചെയ്യും. അന്നാ എനിക്ക് ഈ ഒരു അകത്തൊരു കൺവെൻഷൻ വന്ന് ഇതെല്ലാം വിട്ടിട്ട് ദൈവത്തിന് വചനം പഠിക്കണം, ദൈവത്തിന് വേല ചെയ്യണം. അങ്ങനെ 2004 ജനുവരിയിലാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. പക്ഷെ എൻ്റെ തീരുമാനത്തിന്റെ പുറകിൽ എന്നോട് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ആരും പറഞ്ഞില്ല. പപ്പായും പറഞ്ഞില്ല, മമ്മിയും പറഞ്ഞില്ല. ദൈവത്തിന്റെ വാക്യം എന്നെ ഒത്തിരി ജീവിതത്തിൽ ടച്ച് ചെയ്ത്. അത് ഗലേഷ്യൻസ് ചാപ്റ്റർ 1:15 and 16 ആണ്. നമ്മൾ പൗലോസിന്റെ ജീവിതം നോക്കിയാൽ അവിടെ ഇങ്ങനെ പറയുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ ജനിച്ചാൽ അതുകൊണ്ട് മലയാളം പറയും, പക്ഷേ എഴുതാനും വായിക്കാനും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഇംഗ്ലീഷിലോട്ട് വായിക്കുന്നു. Therefore I also, after I heard your faith in the Lord Jesus and your love for all the saints, but when it pleased God, who separated me from mother's womb and called me through his grace to reveal his Son in me, that I might preach him among the Gentiles, I did not immediately confer with flesh and blood. പൗലൂസിനെ പറയുന്ന, പൗലൂസിന് ബോധ്യമായിക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു, അതും ജെന്റൈലിന്റെ മധ്യത്തിൽ. നേരം ആരോടും പൗലൂസ് ചോദിച്ചില്ല. ഒരു അനുഭവത്തില
അകത്തുനിന്ന് ഞാനും പോയി. ഞാൻ ആരോടും ചോദിച്ചില്ല. ഞാൻ അപ്പം തന്നെ തീരുമാനം എടുത്തു. ആ, നാട്ടിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിനോട് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ബൈബിൾ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി 2004 ഏപ്രിലിനകത്ത്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് MD ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ അവിടെ കോളേജിൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ച പോലും അനുഭവം എനിക്ക് അവിടെ കിട്ടിയില്ല. കാരണം ഞാൻ ഈ കോളേജ് ലൈഫും എല്ലാ ലൈഫൊക്കെ ജീവിച്ചിട്ട് അവിടോട്ട് പോയി. ഞാൻ എൻ്റെ അകത്തൊരു ഭയങ്കര ഒരു അതുകൊണ്ടായിരുന്നെങ്കിൽ അവിടെ ബൈബിൾ കോളേജിലാ. അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കുന്നു. എൻവയറമെന്റ് മൊത്തം സ്പിരിച്വൽ ആയിരിക്കും. പക്ഷേ അവിടെ പോയപ്പോൾ അതിന്റെ ജസ്റ്റ് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ കണ്ടു. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ട് അവിടോട്ട് പോയത്. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവരും ഉണ്ടായിരുന്നു. ഡോമിനകത്ത് ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ സ്റ്റുഡൻസും ഉണ്ട്. പക്ഷെ ഞാൻ അവരെ ആരെയും നോക്കിയില്ല. അവിടുത്തെ എന്തോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അത് മാത്രം എനിക്കറിയാം. രാവിലെ 5 മണിക്ക് എണീക്കണം, രാത്രി 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, ക്ലാസ്സുകളുടെ സമയമുണ്ട്, പ്രയർ ടൈം ഉണ്ട്. ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. അന്നേരം ഫസ്റ്റ് ഇയർ നോർമലി ആർക്കും ഇങ്ങനെ ഇംഗ്ലീഷ് ചാപ്പലിനകത്ത് പ്രസംഗിക്കാൻ അവസരം കിട്ടത്തില്ല. പക്ഷേ ആ സമയത്ത് ഇംഗ്ലീഷ് ചാപ്പൽ നടത്തുന്ന ഒരു സാറുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ശനിയാഴ്ച 2 ദിവസം മുമ്പേക്ക് ഈ സൺഡേയില് മെസ്സേജ് കൊടുക്കണമെന്ന്. നേരം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തോ വചനമാ എടുക്കണ്ടേ. അന്നേരം ദൈവം പറഞ്ഞ വചനമായിരുന്നു Psalms 119 വേർഡ്സ് 8. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഒരു യൗവനപ്രായ ഒരു ആള് എങ്ങനെ അവനെ തന്നെ സൂക്ഷിക്കും, പാപം ചെയ്യാതെ എങ്ങനെ അവനെ തന്നെ സൂക്ഷിക്കും. അവിടെ പറയുന്ന ദൈവത്തിന്റെ വചനത്താൽ തന്നെ. അവന്റെ അകത്ത് വചനം ഉണ്ടെങ്കിൽ അവൻ എവിടെ ആയാലും അവൻ പാപം ചെയ്തില്ല. ഞാൻ വചനം എടുത്തു, പ്രസംഗിച്ചു. എൻ്റെ കൂടെ ട്രാൻസ്ലേറ്ററും ഉണ്ട്, സിംസൺ ഫിലിപ്പ് എന്ന് പറഞ്ഞ പുള്ളി ട്രാൻസ്ലേഷൻ ചെയ്യണം. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത മെസ്സേജ് പറയുന്നു. പക്ഷേ പുള്ളിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറഞ്ഞ് ഞാനിത് ട്രാൻസ്ലേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നു, എന്തേലും ആയാലും ഞാനാ ഉത്തരവാദി, സിംസൺ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ഏതായാലും സമ്മതിച്ചു. ഞാൻ എനിക്ക് തന്ന അവസരത്തിൽ ഞാൻ പ്രസംഗിച്ചു. ഞാൻ അന്നേരം ഒരു കാര്യം പറഞ്ഞു, ഇപ്പം നമ്മൾ ഒരു 4 വാൾസിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. അകത്ത് മൊത്തം സ്പിരിച്വൽ എൻവയറമെന്റ് രാവിലെ എണീക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു, വചനം പഠിക്കുന്നു, വലിയ വലിയ ദേവദാസന്മാര് വരുന്നു. ഈ 4 വാൾസിനകത്ത് പോലും നമുക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, നാളെ 3 വർഷം കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെളിയിൽ പോയാൽ എങ്ങനെ നമുക്ക് സാധിക്കും? സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ചിന്തിക്കണം, നമ്മൾ ഇന്ന് ഏത് അവസ്ഥയിലായിരിക്കുന്നു. അങ്ങനെ ദൈവം അവസരം ആ സമയത്ത് തന്നെ കോളേജിലെ അതോറിറ്റീസ് ആയാലും സ്റ്റുഡൻസിനായാലും മനസ്സിലായി ഈ പുള്ളി ശൈലം വ്യത്യാസമുള്ള ഒരാളാ. എൻ്റെ ബാച്ചിനകത്ത് ഞാൻ 3 വർഷം പഠിച്ചു. ദൈവത്തിന് കൃപ കൊണ്ട് ഞങ്ങള് ബാച്ചിനകത്ത് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. 3 വർഷം പഠിച്ചിട്ട് അതിനകത്ത് ആരായിരിക്കും ബെസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ്. അങ്ങനെ അതോറിറ്റീസ് എന്നെ തിരഞ്ഞെടുത്തു. 2007 ജനുവരിയിൽ ഞാൻ ഗ്രാജുവേറ്റ് ആയി. എൻ്റെ ബാച്ചിനകത്ത് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഇബ്രാഹിം ഫൗണ്ടേഷൻ്റെ അകത്തു നിന്ന് 500 റുപ്പീസിൻ്റെ, ആ സമയത്ത് 500 റുപ്പീസ് ഒരു ഡേക്ക് ബൈബിൾ എനിക്ക് അന്നേരം കിട്ടി. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളോട് അതോറിറ്റീസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ സമയത്ത് നേർച്ചാൻറ്റി അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ?
കാരണം അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ നല്ല സ്റ്റുഡൻസിനെയൊക്കെ അവരുടെ കൂടെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. എല്ലാവരോടും ചോദിച്ചു, എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് എൻ്റെ ദേശത്തിൽ പോകും, രാജസ്ഥാനിലോട്ട് പോകും. ഞാൻ താമസിക്കുന്ന പട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ആർമി ഏരിയയാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം അതിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലോട്ട് സുവിശേഷം പറയുക, ലോക്കൽ ആളുകളെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരിക. അതാ ഇപ്പോഴത്തെ എൻ്റെ ദർശനം. പിന്നീട് ദൈവം ആഗ്രഹിക്കുന്ന മുമ്പോട്ട് പോവുക. അങ്ങനെ ഞാൻ ആ തീരുമാനം എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. 2007 മാർച്ച് 22 എൻ്റെ മാരേജ് ആയി. കോട്ടയത്ത് നിന്ന് ശിവ എന്ന് പറഞ്ഞ സഹോദരി ഒരു ദേവദാസനോട് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം സമയത്ത് കാര്യങ്ങളൊക്കെ ഒരുക്കി. ആദ്യമായിട്ട് രാജസ്ഥാനിലോട്ട് വരുന്നു. ഹിന്ദി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ഒത്തിരി ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, പ്രയർ ലൈഫ് ഉണ്ടായിരുന്നു. അത് മുഖാന്തരം വിത്തിൻ 3 months, 3 മാസം പോലും എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, അവർ ബൈബിൾ നല്ലോണം വായിക്കാൻ തുടങ്ങി, ഹിന്ദിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചർച്ചിനകത്ത് പിന്നെ ബൈബിൾ ഞാൻ വാക്യം പറയുന്നത് അവളായിരിക്കും വായിക്കുന്നത്. പിന്നെ ദൈവം നല്ലൊരു ഹൈ പിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ശബ്ദം കൊടുത്തിട്ടുണ്ട്. നല്ലോണം വായിക്കും, നല്ലോണം പ്രാർത്ഥിക്കും. അങ്ങനെ 2008 ദൈവം ഒരു മോള് ഞങ്ങൾക്ക് തന്നു, ഫോയ് ബേബിജു. അങ്ങനെ ഞങ്ങള് അടുത്ത ഗ്രാമത്തിലൊക്കെ പോന്നു, സുവിശേഷം പറയുന്നു. ദൈവം മനസ്സിനകത്ത് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, ഈ ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ പൂർത്തീകരിക്കണം. എൻ്റെ മനസ്സിനകത്ത് അന്ന് അത്രേ ഉള്ളൂ, ഇന്നും അത്രേ ഉള്ളൂ. ആ സമയത്ത് ദൈവത്തിന് വേല ഇറങ്ങിയ സമയത്തും ഞാൻ തീരുമാനം എടുത്തായിരുന്നു, ദൈവം എന്തു ആഗ്രഹിക്കുന്നു അതുപോലെ മുമ്പോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ജീവിതത്തിൽ മറ്റവരെന്തോ ചെയ്യുന്നു, മറ്റേ ദേവദാസന്മാരെ ഏത് നിലയിലിരിക്കുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തോ ചെയ്യുന്നു, അതൊന്നും നോക്കാതെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ഒത്തിരിയും ദേവദാസന്മാരെ പരാജയം എന്ന് പറഞ്ഞാൽ അവര് മറ്റവരെ നോക്കിയിട്ട് വേല ചെയ്യുന്നു. അവരെ കണ്ടിട്ട്, അവരുടെ വളർച്ചത കണ്ടിട്ട്, അവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ അവരുടെ കൂട്ട് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലും പിന്നെ എൻ്റെ അറിയുന്ന ദേവദാസന്മാരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ മറ്റവരെ നോക്കില്ലേ. നമ്മളെ മറ്റവരെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിനകത്ത് പ്രയാസം വരും. ചിലപ്പോൾ അവര് എല്ലാ കാര്യത്തിലും നമ്മുടെ കാട്ടിലും ഇക്കണോമിക്കലി ഒത്തിരി അപ്പായിരിക്കും. നമുക്ക് ചിലപ്പം ഇക്കണോമിക്കലി അത്രയും തന്നെ കാണത്തില്ല. പക്ഷെ ഡോണ്ട് സീ അത്. നമ്മള് ദൈവം നമുക്ക് എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് റിസോഴ്സ് ദൈവം നമുക്ക് തരും. നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. മറ്റവര് ചിലപ്പോൾ ഒത്തിരി ടാലന്റ് കൊടുത്തായിരിക്കും, ആ ടാലന്റ് കൊണ്ട് ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്യും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ചിലപ്പോ എന്നെ കുറിച്ച് അതല്ലായിരിക്കും. അത് ഞാൻ മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. അങ്ങനെ ദൈവത്തിന്റെ പേരെ മുമ്പോട്ട് കൊണ്ടുപോയി അടുത്തൊരു ഗ്രാമത്തിൽ ദൈവം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു പോകാൻ വേണ്ടി. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ദൈവം പോകാൻ വേണ്ടി അവസരം തന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കുടുംബമാണ് നമുക്ക് കിട്ടിയത്, ഇവിടുത്തെ ലോക്കലാ. അവർക്ക് സിറ്റിനകത്ത് വീടുണ്ട്, ആ ഗ്രാമത്തിന്റെ അകത്ത് വീടുണ്ട്. ആ ഗ്രാമത്തിന്റെ അകത്ത് മഹാവീർ കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. അത് നമ്മുടെ ഹരിജൻ ബസ്തിയാണ്. അവിടെ അവർക്ക് ഒരു പഴയ വീടുണ്ട്. അവര് പറഞ്ഞ പക്ഷേ ആ വീട്ടിൽ പോകണം, ഞങ്ങൾ വർഷങ്ങളായിട്ട് ആരാധിച്ച് ആ സംഭവം അവിടെ ഉണ്ട്, അത് അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ അകത്ത്, അപ്പച്ചൻ്റെ വൈഫിൻ്റെ അകത്ത് അവർ ആരാധിക്കുന്ന അതിൻ്റെ ആത്മാവകത്തുണ്ട്. അത് ആഴ്ച ഒരു ദിവസം വരും, പിന്നെ
അതിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും, പ്രൊഫസ് ചെയ്യും. പിന്നെ വിശ്വാസത്തിൽ വന്ന് അതെല്ലാം നിർത്തി. അങ്ങനെ ആ സംഭവം അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അന്നേരം ഡാഡി എൻ്റെ ഉണ്ട്. ഞാൻ അന്നേരം പപ്പയോട് പറഞ്ഞു. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു, മോനെ അവിടെ പോകാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ആളുകളെ പറഞ്ഞാൽ വിഷയമാകും. അവിടുത്തെ ആളുകളെല്ലാം അങ്ങനത്തെയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് റെവലേഷൻ 3:3 തന്നു. ഞാനൊരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു. പപ്പ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സംഭവം അവിടുന്ന് അവര് മാറ്റി. അങ്ങനെ അവരുടെ ബന്ധത്തിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരും അതുമാത്രം വിശ്വാസത്തിൽ വന്നു. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ കുടുംബമായിരുന്നു. ഇവിടെ നമുക്ക് വേറെ IPC ചർച്ച ഉണ്ട്. അവിടുത്തെ ദേവദാസൻ മിക്കവാറും അവിടോട്ട് പോകും. അങ്ങനെ ഒരു മോനുണ്ട്, യവനക്കാരൻ മോന്. അവനിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നു. അവനെ ശൈലം വശത്തിയാക്കിയിട്ട്, നിന്നെ ബൈബിൾ സ്കൂളിൽ വിടാം, നീ പിന്നെ പാസ്റ്റർ ആകും, പിന്നെ ഈ കൂലി പണിയൊന്നും ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞ് അവനെ വശത്താക്കി. ആ കുടുംബം സഡൻലി എന്നെ വിട്ടിട്ട് എല്ലാവരും അവിടോട്ടും പോയി. പിന്നെ ദൈവം എനിക്ക് തന്ന ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ഒത്തിരിയും എനിക്ക് എഫക്റ്റ് ആയത് എപ്പിസ്റ്റൽസ് ഓഫ് പോൾ ആയിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, നമ്മൾ ആരെയാ പ്ലീസ് ചെയ്യേണ്ടി. ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ അതറിയാം. ചാപ്റ്റർ 1:10 whom to we please. പൗലോസ് പറയുന്നത്, ഞാൻ മനുഷ്യനെ പ്രസാദിച്ചാല് ദൈവത്തിന്റെ ദാസൻ ആകത്തില്ല. അത് പഠിച്ച സമയത്ത് എനിക്ക് ഒത്തിരി എഫക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മള് 2 Corinthians chapter 2:17 എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 Corinthians chapter 2:17. For we are not as so many peddling the word of God, but as of sincerity, but as from God, we speak in the sight of God in Christ. ഈ 2 വാക്യമായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഒത്തിരി ജീവിതത്തെ എഫക്ട് ചെയ്തത്. അന്ന് ഞാൻ പഠിച്ച സമയത്ത് തീരുമാനം എടുത്തതാ, 1, മനുഷ്യനെ പ്രസാദിക്കാൻ വേണ്ടി വില ചെയ്യത്തില്ല. 2, ദൈവത്തിന്റെ വചനത്തെ ഒന്നും മിക്സപ്പ് ചെയ്യത്തില്ല. എന്ത് വചനം പറയുന്നു അതുപോലെ പറയുക. അതിന് എത്ര നഷ്ടമായാലും അത് നമ്മൾ സഹിക്കുക. അങ്ങനെ വിശ്വാസത്തിൽ വന്ന കുടുംബത്തിൽ ഞാൻ വചനങ്ങൾ പറയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവര് മറ്റവരുടെ ആ ദേവദാസന്റെ പ്രലോഭനം കൊണ്ട് നമ്മളെ വിട്ടിട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. എന്തായാലും ഞാൻ ദൈവത്തോട് ചോദിച്ചു ഒരു ചോദ്യം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അന്ന് ആ ഗ്രാമത്തിൽ പോയ സമയത്ത് ദൈവം തന്ന വചനമാണ്, ഞാൻ തുറന്ന ആരും അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് വാതിൽ അടഞ്ഞുപോയി. ഒരു ശബ്ദം ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ ആ കുടുംബത്തിൽ പോയില്ല, ചോദിച്ചില്ല, നിങ്ങള് എന്തോന്ന് എന്നെ വിട്ടിട്ട് പോയി. ഞാൻ 1.5 വർഷം നമ്മൾ പറഞ്ഞാൽ ഒരു മണ്ടന്മാരെ വിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അത്ര എളുപ്പം നിരാശപ്പെടുന്ന ഒരാളല്ല. ഒത്തിരി പേര് നിരാശപ്പെട്ടു പോകും, നെഗറ്റീവ് തോട്ട്സ് വരും. പക്ഷെ ഞാൻ ഒരു വാക്യം പറയത്തില്ലായിരുന്നു, വേറൊന്നും. കർത്താവെ, ദൈവം പറഞ്ഞു തുറന്നു, ഞാൻ തുറന്ന ആരും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്ന് അടഞ്ഞു പോയി.
ഇത് തുറക്കണം. അങ്ങനെ ഞാൻ പിന്നെ ആ ഏരിയ, ആ ഗ്രാമത്തിൽ കാല് വെച്ചില്ല. 1.5 വർഷം കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ബദർ ഫെലോഷിപ്പ് സംഘടനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ വൈകുണ്ടാണ്. അവർ രണ്ടുപേരെ എന്നെ 1 മാസത്തേക്ക് അയച്ചു. ഞാൻ ആ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഗ്രാമം സുവിശേഷം പറയാൻ പോകും. അന്ന് ഞാൻ ഈ 2 പയ്യന്മാരോട് പറഞ്ഞു, നമുക്കിന്ന് ഈ ഈ ഗ്രാമത്തിലോട്ട് പോകാം. ഈ ഗ്രാമം എൻ്റെ അവിടുത്തെ നിന്ന് ഒരു 5 കിലോമീറ്റർ. ആ സമയത്ത് എൻ്റെ ആകെ ഒരു സൈക്കിളേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ട്. ഏതായാലും മനസ്സിനകത്ത് തീരുമാനമായി, നടന്നങ്ങ് പോകാം. ഏതായാലും അവർ ട്രെയിനിങ്ങിനകത്താണല്ലോ, എവർക്കും ട്രെയിനിങ് കിട്ടിട്ട്. ഒരു ഉड़ीസയുടെ ഒരു പയ്യനും ഒരു മലയാളി പയ്യനായിരുന്നു, സിജു എന്ന് പറഞ്ഞു. മറ്റു ഉड़ीസയിലെ റഹീം എന്ന് പറഞ്ഞ പയ്യനായിരുന്നു. ഏതായാലും ആ ഗ്രാമത്തിലോട്ട് പോയി. ഞാൻ ഉദ്ദേശിച്ച 2-3 പേരുണ്ട്. ഞാൻ അവിടുത്തെ അവരെ പോയി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ട്രാക്റ്റും ഉണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ സ്വന്തം ഒരു ട്രാക്റ്റ് എഴുതി. ഒരു 16 പേജുണ്ട്. ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ. ദൈവത്തിന്റെ സ്നേഹം, പരമേശ്വര का प्रेम, അത് 1 ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1 കൊണ്ട് എടുത്ത് നോക്ക്, ദൈവം നമ്മളോട് എങ്ങനെ സ്നേഹിച്ചു. ആ ഒരു സ്നേഹത്തെ കുറിച്ച് ഞാൻ അതിനകത്ത് വർണ്ണം ചെയ്തു. ദൈവം ആരാ? രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരേ മാർഗമുള്ളൂ. അങ്ങനെ എൻ്റെ ട്രാക്റ്റ് ഞാൻ തന്നെ അത് പ്രിന്റ് ഔട്ട് ചെയ്തു. ആ ട്രാക്റ്റ് എടുത്ത് ഗ്രാമം പോയി കൊടുക്കുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ആളുകൾ കിട്ടിയില്ല. അവിടെ പോയപ്പം കള്ളോടിമാരെ ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ തിരിച്ച് ഗ്രാമത്തിലോട്ട് വെളിയിലോട്ട് വരുമായിരുന്നു. ആ സമയത്ത് റോഡ് സൈഡിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ഞാൻ ഈ 2 പയ്യന്മാരോട് പറഞ്ഞു, ആ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്, വീടിന്റെ വെളിയില. ഈ ട്രാക്റ്റ് എടുത്ത് ആ പുള്ളി കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും അവര് പോയി. ഞാനിങ്ങനെ ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കുക. പുള്ളിയെ തന്നെ പിടിച്ചു പോകും. അവൻ പറഞ്ഞു, എന്തുവാ ഇതിന്റെ വില പറ, എന്നിട്ട് ഇവിടുന്ന് പൊക്കളം. എനിക്ക് മനസ്സിലായി. ഞാൻ പോയി. ഞാൻ പറഞ്ഞ ദൈവത്തെ കുറിച്ച്. അത്ര നേരം കൊണ്ട് ഭാര്യ വന്നു. ഭാര്യ കൽക്കത്തയിലായിരുന്നു. അവൾക്ക് ശകലം അറിവുണ്ടായിരുന്നു. അവൾ അകത്തോട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയി. ഒരു പാവപ്പെട്ട മനുഷ്യൻ. വീട്ടിനകത്ത് ആകെ ഒരു ചെയറേ ഉള്ളൂ. ഈ 2 സ്റ്റുഡൻസ് താഴെ ഇരുന്നു. ഏതായാലും ഞാൻ സുവിശേഷം പറഞ്ഞു. ദൈവത്തിന്റെ കൃപ കൊണ്ട് സുവിശേഷം പറഞ്ഞാൽ പൂർണ്ണമായ സുവിശേഷം തന്നെ പറയാം. രക്ഷ പ്രാപിക്കാൻ ഒരേ മാർഗമുണ്ട്, അത് ക്രിസ്തുവാണ്. ദൈവം എന്ന് പറഞ്ഞാല് സൃഷ്ടികർത്താവാകുന്നു. അവരെ തന്നെ എല്ലാം കാണിച്ചിട്ട് പറയാം, അവർക്ക് മനസ്സിലാകാത്ത ആ അവസ്ഥയിൽ. എന്നിട്ട് ഞാൻ 121 സാംസ് വായിച്ചു. ഞാൻ ഈ പുള്ളിയെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. 121 സാംസ് വായിച്ചു. ഈ പുള്ളിക്ക് 4 മക്കളുണ്ട്, ചെറിയ മക്കളാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എന്തോ പ്രശ്നം പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരെണ്ണം പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, ഞാന് ഒരു പാവപ്പെട്ട മനുഷ്യനാ, ഈ പാലിന്റെ ബിസിനസ് തുടങ്ങി. ഒരു പാക്കറ്റ് വിറ്റാൽ എനിക്ക് 1 രൂപ കിട്ടും. ഒരു ദിവസം 50 പാക്കറ്റ് കിട്ടാൽ 50 രൂപ കിട്ടും. തുടങ്ങിയപ്പോ എല്ലാവരും വരുമായിരുന്നു. എൻ്റെ വീട് റോഡ് സൈഡിലാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ആളുകൾ എൻ്റെ അടുത്ത് വരത്തില്ല. അകത്ത് ഒരു കടയുണ്ട്, അവിടോട്ട് പോയി പാല് മേടിക്കും. എനിക്ക് മനസ്സിലായി എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം മേളിൽ പോയി നോക്കിയപ്പോ ആരോ കൂടത്രം ചെയ്തിട്ട്. ആ സമയത്ത് നമ്മൾ പോകുന്നേ
അന്നേരം പിന്നെ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഒരു മന്ത്രവാദിയാണ്. അവന്റെ മേലൊരു മന്ത്രം ചെയ്തു. എന്നിട്ട് അവന് 250 രൂപ കൊടുത്ത്, ഒരു മുസ്ലിമിന്റെ അടുത്ത് 250 രൂപ കൊടുത്തിട്ട് ഇരിക്കുക ആ മന്ത്രം മാറാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ വായിച്ച വാക്യം എന്തോ, ഹം അപ്നി ആഖെ കാവട്ടാ, നമ്മുടെ കണ്ണുകൾ എവിടോട്ടാ നോക്കണ്ടേ? അവർ ദൈവത്തോട് നോക്കും. വിശ്വസിക്ക്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം ശരിയാകുന്നു. ഏതായാലും പുള്ളി പറഞ്ഞു വിശ്വസിച്ചെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും ആ പ്രാർത്ഥന ഈ മനുഷ്യന്റെ, ഈ പുള്ളിയുടെ പേര് ധരംദാസ, ഈ മനുഷ്യന്റെ അകത്തോട്ടങ്ങ് കേറിപ്പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ഞാൻ അടുത്ത ദിവസം പറഞ്ഞു, ശനിയാഴ്ച ആയിരുന്നു, ഞായറാഴ്ച ദിവസം ഞാൻ പറഞ്ഞു ചർച്ചിലോട്ട് പോവാം. ഏതായാലും പുള്ളി കേട്ടു, ചർച്ചിലോട്ട് വന്നു. ചർച്ച് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ ഇരുത്തി ഞാൻ സുവിശേഷം പറഞ്ഞു. നമ്മളെല്ലാരും പാപിയ. ഏതായാലും അവന് രണ്ടുപേരും യേശുവിനെ ആ ദിവസം തന്നെ സ്വീകരിച്ചു. പാപങ്ങളെ ഏറ്റു പറഞ്ഞു കരയാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു. അങ്ങനെ അടുത്ത ആഴ്ച പിന്നെ ഞങ്ങൾ പോയപ്പം പുള്ളി ഭയങ്കര സന്തോഷം. പിന്നെ അകത്ത് കയറ്റി. എന്നിട്ട് പറഞ്ഞു പാല് മേടിക്കാൻ ആളുകളൊക്കെ വരുന്നു. എനിക്ക് മനസ്സിലായി, ഇതാ ദൈവം. ഞാന് ഒരു മന്ത്രവാദിയാ. ഈ ശക്തികൾ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി അടുത്ത് പോയ മനുഷ്യനാണ്. ആ സ്ഥലത്തിലെ ഗുരുകളുണ്ട്. അവര് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യണം. ഈ ശക്തി പ്രാപിക്കാണ്ട് എന്റെ 2 കൈ പോലും എരിഞ്ഞു പോയായിരുന്നു. പക്ഷെ സാർ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന എന്റെ അകത്തോട്ട് കയറിപ്പോയി. എനിക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ നിങ്ങളെ ചുമ്മാതെ വരുന്നു, ഒന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതിനെക്കാട്ടിലും വലിയൊരു ശക്തി ഉണ്ട്, അതാ ദൈവം. അങ്ങനെ ആ ദിവസം, അന്ന് തൊട്ട് അവർ യേശുവിനെ സ്വീകരിച്ചിട്ട് ആ മക്കളെല്ലാം ഇപ്പൊ വലുതായി. ഇന്ന് ചർച്ചിലെ ഏറ്റവും നമ്മുടെ പഴയ വിശ്വാസികളാണ്. വിശ്വാസി വന്നിട്ട് കഴിഞ്ഞിട്ടപ്പം ഈ പുള്ളിന്റെ അകത്ത് എവരുടെ വിശ്വസിക്കുന്ന ഗ്രഹദൈവങ്ങളുണ്ട്. ആ ഒരു ദൈവം അവന്റെ അകത്തുണ്ട്. അവൻ തന്നെ വിളിച്ചതാണ്. ആ ദൈവം എപ്പോഴും അവനോട് സംസാരിക്കും. ആ ദൈവം അകത്ത് സംസാരിക്കുന്ന സമയത്ത് അവന്റെ വെയിറ്റ് 500 kg ആകും. വൈഫ് പറഞ്ഞ പിന്നെ ആരും അവന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ദൈവം പറയുന്ന പോലെ എല്ലാം ചെയ്തു. അത് പറഞ്ഞ് എനിക്കൊരു വലിയൊരു അവർ ആരാധിക്കുന്ന സാധനം ഉണ്ടാക്കി തരണം. അത് പേര് പറയുന്നില്ല. അങ്ങനെ അതും ഉണ്ടാക്കി. എല്ലാ ദിവസം പുള്ളി ദിയ കത്തിക്കും. അതിനകത്ത് നെയ്യ് ഒരിക്കുന്നത്. കണാവത്ത് പറഞ്ഞ് നെയ്യ് ഒരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പിള്ളാര് പട്ടിണിയാ. പുള്ളി ഇങ്ങനെ എന്തോ പണി ചെയ്ത് ജീവിക്കുന്നു. പക്ഷെ ഈ ദൈവം പറയുന്ന പോലെ ചെയ്യുന്നു. ഒരു ദിവസം ഈ പുള്ളി ആ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്കെന്തോ ഗുണം കിട്ടി? എനിക്കെന്തോ ഗുണം കിട്ടി? എനിക്കൊരു ഗുണം കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് സ്വസ്ഥതയില്ല. ഒരു കാര്യം ചെയ്യ, എൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് പോ, എന്നിട്ട് എനിക്ക് ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കുന്നു പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങളെ അവരുടെ വീട്ടിലോട്ട് അയച്ചത്. അങ്ങനെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തീരുമാനം എടുത്തു. പുള്ളി സത്യം അറിഞ്ഞു, നീ ഇപ്പം ഈ സംഭവം നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല, ഇതൊക്കെ എടുത്തു കളയണം. പുള്ളി താമസിക്കുന്ന വീട് കുടുംബ വീടാ. മൂത്ത ചേട്ടനുണ്ട്, ചേട്ടന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പുള്ളി തന്നെ തീരുമാനം എടുത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ചെയ്ത ഒരു കുഴപ്പമില്ല, പക്ഷേ വീട്ടുകാരോട് പറയണമെന്ന് പറഞ്ഞു, നാളെ വിഷം ഉണ്ടാകല്ലേ. ഏതായാലും പുള്ളി ബ്രദറിനോട് സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു. അന്നേരം അവരൊരു കാര്യം പറഞ്ഞു,
നീ ഇത് പൊളിച്ചു കളയുന്ന ശരിയാ, കുഴപ്പമില്ല. പക്ഷെ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നിന്നെ ഞങ്ങൾ പിടിക്കും, വിടത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട പുള്ളിക്ക് പേടിയായിപ്പോയി. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ സംഭവം. ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യാൻ. അന്നേരം ദൈവം എനിക്കൊരു വാക്യം തന്നു. ജെറമ്യ ചാപ്റ്റർ 10 എഴുതിയിട്ടുണ്ട്, ഇതൊരു നന്മയും ചെയ്യത്തില്ല, ഒരു തിന്മയും ചെയ്യത്തില്ല. ഞാൻ അടുത്ത ദിവസം വീട്ടിൽ പോയി ഇതുപോലെ പറഞ്ഞു, ഞാൻ വിശ്വസിക്ക് ചെയ്യുന്നു പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം പുള്ളി തീരുമാനം എടുത്ത 2 ലേബറിനേക്ക് വിളിച്ചു. രാവിലെ എന്നെ വിളിച്ച് പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്ന് നിൽക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല, വിശ്വസിക്ക് ചെയ്തോളാം പറഞ്ഞു. ഏതായാലും പുള്ളി അസംഭവം അവിടുന്ന് ക്ലീൻ ആക്കി. മൂത്ത ചേട്ടനുണ്ട് കല്ലുടിന. ആ സമയത്ത് അവനിങ്ങനെ കറങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്തോ ചെയ്യടാ? ആ, ഓക്കെ. ആരും നിന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ, ചോദിച്ചാലേ എന്നോട് പറഞ്ഞേക്കണം. അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചില്ല. ഞാൻ ഇപ്പോഴും അവിടോട്ട് പോയാല് അവിടുത്തെ ആളുകളൊക്കെ നല്ല ബഹുമാനവും സമ്മാനവും ഒക്കെ ചെയ്യുന്നത്. ആ സ്ഥലത്ത് നമ്മള് പിന്നെ അവര് തന്നെ ഒരു മാറ്റിയിട്ട് ഹോളായിട്ടാക്കി അവിടെ നമ്മള് പോയി പ്രാർത്ഥിക്കും, ആരാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അടുത്ത ഗ്രാമത്തിലൊക്കെ ഞങ്ങള് വർക്കിനൊക്കെ പോകും. ഒരു ടീമായിട്ട് ഞങ്ങള് പോകാൻ തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഓരോരോ ഡിസ്ട്രിക്ട്സിനകത്ത് പോവും. അതിനകത്ത് ഓർഗനൈസേഷൻ ഡിഫറൻസുകളില്ല. ഏത് ഓർഗനൈസേഷൻ ആയാലും, പെന്തക്കോസ്റ്റൽ ഓർഗനൈസേഷൻ, IPC ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ഫിലദൽഫിയ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഓർഗനൈസേഷൻ സ്പിരിറ്റ് അകത്ത് വരാൻ പാടില്ല. ഒത്തിരി അടുത്ത് നമ്മൾ നോക്കിയാൽ അല്ല, ചിലർക്കൊക്കെ ഭയങ്കര ഓർഗനൈസേഷൻ സ്പിരിറ്റാണ്. ഞാൻ ബദർ ഫെലോഷിപ്പിൽ നിൽക്കുന്നു, പക്ഷേ ഞാൻ സംഘടനയ്ക്കകത്തും പറയും, എനിക്ക് ഓർഗനൈസേഷൻ സ്പിരിറ്റ് ഇല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഈ അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ എന്തുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ചെയ്തു, അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. രണ്ടാമത്, എനിക്കൊരു ആത്മീയ പിതാവില്ല. ഞാൻ ശുശ്രൂഷ വേല ഇറങ്ങിയപ്പം തൊട്ട് തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓർഗനൈസേഷനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ കോംപ്രമൈസ് ചെയ്ത് അവർ പോവും. പക്ഷെ ഞാൻ തീരുമാനം എടുത്ത് ആ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല. കഴിഞ്ഞ ദിവസവും അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. പക്ഷെ ദൈവം അകത്തൊരു ബലം തന്നിട്ടുണ്ട്, സത്യത്തിന് വേണ്ടി നിൽക്കുക. അതിനുവേണ്ടി എത്ര നഷ്ടം നമുക്ക് സഹിക്കാൻ വേണ്ടി സഹിക്കുക. എല്ലാരും നമ്മളെ വിട്ടുപോയാലും ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ ഒത്തിരി ബഹുമാനം കൊടുക്കുന്ന ഒരു ദേവദാസന പാസ്റ്റർ VO വർഗീസ് എന്ന് പറഞ്ഞ ബോംബെയില് നല്ലൊരു ടീച്ചിങ് ആ പുള്ളി. എൻ്റെ സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യം, 3 കാര്യം ഞാൻ മനസ്സിലാക്കി. ഒന്ന്, ദൈവം ഇസ്രായേലിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ഡിറ്റോർമി ചാപ്റ്റർ 4, 7 and 8 അത്. ഒന്ന്, ഏറ്റവും അടുത്തുള്ള ഒരു ദൈവം നമ്മുടെ ദൈവം. രണ്ടാമത്, നമുക്ക് തന്ന വചനം ആർക്കും കിട്ടിയിട്ടില്ല. മൂന്നാമത്, നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, അല്ലെ നമ്മളെ സ്പെഷ്യൽ ആക്കുന്ന 3 കാര്യമാണ്. മൂന്നാമത്തെ, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്. ഈ 3 കാര്യമാണ് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഏത് അവസ്ഥയായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം തന്ന വചനം ഇത് വേറെ ആർക്കും ദൈവം ലോകത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പരിശുദ്ധാത്മാ നമ്മുടെ അകത്ത് എപ്പോഴും വസിക്കുന്നു. ആ പരിശുദ്ധാത്മാ നമ്മളെ നടത്തുന്നു. ആ ജീവിതം ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു.
പക്ഷെ അതിനകത്ത് നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒത്തിരിയും ചാലഞ്ചസുകളുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടീം വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സുജാൻഘട്ടിനെ സണ്ണി പാസ്റ്റർ IPC പുള്ളിയായിരുന്നു അതിന്റെ ലീഡറായിട്ട്. ഞങ്ങൾ ഓരോരോ ഡിസ്ട്രിക്റ്റിനകത്ത് പോവും, അവിടുത്തെ ദേവദാസന്റെ കൂടെ ഇരിക്കും. പിന്നെ ആ 5 ദിവസം ഞങ്ങൾ അവിടെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, ന്യൂ ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. സ്റ്റാർട്ടിങ് ഞങ്ങൾ 1000 ബൈബിൾ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ കൂടി 1500 ബൈബിൾ ഒരു ദിവസം ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പെർ ഡേ 1500 ബൈബിൾസ്. ഞങ്ങൾ രാവിലെ പോയാലും വൈകിട്ട് തിരിച്ചു വരത്തുള്ളൂ. ആ സമയത്ത് ഒത്തിരി അടുത്ത് ഞങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ നിന്ദിച്ചിട്ടുണ്ട്, പിടിച്ച് ഓടിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2018 ഞങ്ങള് ജാലോർ ഡിസ്ട്രിക്റ്റിനകത്ത് പോകാൻ തീരുമാനം എടുത്തു. ജാലോർ രാജസ്ഥാനിലെ ഒത്തിരി ഡ്രൈ ഏരിയ, ദൈവത്തിന്റെ സഭ, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ജാലോർ എന്ന് പറയുന്നത്. യൗവനക്കാരൻ പയ്യൻ പ്രഭൻ മാത്യു എന്ന് പറഞ്ഞ പയ്യൻ തീരുമാനം എടുത്തു അവിടെ പോയി വർക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ തന്നെ 3 ദിവസം അവിടെ പോയി താമസിച്ചു. ഗ്രാമത്തിലേക്ക് പോയി ഞങ്ങൾ ട്രാക്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ടീമായിട്ട് അവിടോട്ട് പോയി. സെപ്റ്റംബർ 2 രാത്രി ഞങ്ങൾ എത്തുന്നു. ഞായറാഴ്ച ദിവസമാണ്. 3 തൊട്ട് ഞങ്ങൾക്ക് വർക്കാം. 3 രാവിലെ ആയപ്പം ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു. ആ ദർശനം ഇങ്ങനെ, ഞങ്ങളൊരു ഗ്രാമത്തിൽ ഉണ്ട്. ആ ഗ്രാമത്തിൽ സുശേഷ വിരോധികളെ ഞങ്ങളെ അടിക്കുന്നു. ഞാനും സണ്ണി പാസ്റ്ററും ഇങ്ങനെ, ഞാൻ കാണുന്നു ഞങ്ങൾ രണ്ടുപേരും തറയിൽ കിടക്കുന്നു. ഞാൻ അത്രയും കണ്ടു. എണ്ണിച്ചു ഞാൻ കുറച്ച് ചിന്തിച്ചു. എന്നിട്ട് എനിക്ക് മനസ്സിലായി, ഈ ട്രിപ്പിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് പെർസിക്യൂഷൻ ഉണ്ടാകും. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നി ഈ കാര്യം ടീമിനോട് പറയുക, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവുക. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചെന്ന് പറയത്തില്ല, ഒരു കൺവിഷൻ തന്നു. ടീമിനോട് പറയണ്ട, തിരിച്ചും പോണ്ട. അങ്ങനെ മൺഡേ സ്റ്റാർട്ടിങ് ഞങ്ങൾ ചെയ്തു. രാവിലെ 5 മണിക്ക് എണീക്കും, ആഹാരം ഉണ്ടാക്കും, കരിക്കും, കുറച്ച് എടുത്തോണ്ട് പോവും. ഞങ്ങൾ 1500 ബൈബിൾ കൊണ്ടുപോകും. 1500 ബൈബിൾ തീരുന്നുണ്ട്, തിരിച്ചു വരും. അവിടുത്തെ ലോക്കൽ വണ്ടി ഞങ്ങള് വാൻ പിടിക്കും. അങ്ങനെ മൺഡേ ആയി, ട്യൂസ്ഡേ ആയി. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിക്കും. 4 മണിക്ക് എണ്ണിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ. വെനസ്ഡേ ദിവസം 5th സെപ്റ്റംബർ ടീച്ചേഴ്സ് ഡേ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി എല്ലാം പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ കൊടുക്കും. അങ്ങനെ ഒരു സ്കൂളിൽ പോയി ഞങ്ങൾക്ക് നല്ല, അവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടു. അവര് ഞങ്ങൾക്ക് ഞങ്ങളെ ടീച്ചറാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അവാർഡൊക്കെ, ഒരു പ്രൈസ് ഒക്കെ തന്നു. അതെടുത്തിട്ട് ഞങ്ങൾ വേറെ ഒരു ഗ്രാമത്തിൽ പോയി. ഓസ്വാഡ ഗ്രാമത്തിൽ പറഞ്ഞു, നോസേര തഹസിൽ ഓസ്വാഡ ഗ്രാമം. ഞങ്ങൾ 9 പേരാ. 7 ദേവദാസന്മാരുണ്ട്. ഫാസ്റ്റർ സണ്ണി കെ ജോൺ, അവിടുത്തെ ഫാസ്റ്റർ പ്രഭൻ മാത്യു ജാലോറി വർക്ക് ചെയ്യുന്നത്, ഫാസ്റ്റർ മാത്യൂസ് ദേവലി, ഫാസ്റ്റർ ജോസഫ് ചീരൻ ബൂന്തി, ഫാസ്റ്റർ ബൈജു എബ്രഹാം കോട്ട, ഫാസ്റ്റർ ഫിലിപ്പ് ഓസെ, ബാബു പാസ്റ്റർ എന്ന് പറയും ടോങ്, ഞാനും ഉണ്ട്. പിന്നെ സണ്ണി പാസ്റ്ററിന്റെ വൈഫും അവിടുത്തെ ഒരു യൗവനക്കാരി ഒരു കൊച്ചും ഉണ്ട്, വിശ്വാസി കൊച്ചു. അങ്ങനെ ഞങ്ങൾ 9 പേരാ. ആ ഗ്രാമത്തിൽ പോയി ഞങ്ങളൊരു ബാനർ വെച്ചിട്ടാ പറയുന്നത്, ഈ നശമുക്തി, എങ്ങനെ ഈ ഡ്രഗ്സും ആൽക്കഹോളും കൊണ്ട് നമ്മുടെ ജീവിതം നശിക്കുന്നു, അതൊക്കെ മാറ്റണം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ സുവിശേഷം പറയുന്നത്.
അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഒരാൾ പറയും, പിന്നെ ബാക്കി എല്ലാവരും ബൈബിളും ട്രാക്റ്റും എടുത്തിട്ട് ഗ്രാമത്തിൽ പോയി കൊടുക്കുകയാണ്. എല്ലാവരും ബാഗുകളുണ്ട്. ഈ 2 പേര് വെച്ചാ പോകുന്നത്. അന്നേരം ആ സന്യപാഷ 2 യൗവനക്കാര് പയ്യന്മാര് വന്ന് മുഖത്ത് 2 അടി അടിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഈ ഗ്രാമത്തിൽ ഇത് പറ്റത്തില്ല. അവർക്ക് മനസ്സിലായി. സന്യപാഷ അപ്പം തന്നെ എല്ലാവരും ഫോൺ വിളിച്ചു. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഓടി ഗ്രാമത്തിന്റെ വെളിയിലോട്ട് പോയി. പക്ഷെ ഞാനും ഫിലിപ്പ് പാസ്റ്റർ ബാബു ടോക്കിന്ന് ഞങ്ങൾ 2 പേരും ഗ്രാമത്തിന്റെ ഏറ്റവും ലാസ്റ്റിലായിരുന്നു. ഈ ഗ്രാമത്തിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് പോകാനും വരാനും ഒരേ വഴിയുള്ളൂ. തിരിച്ച് വേറെ അടുത്ത് പോകണമെങ്കിൽ തിരിച്ച് വരണം, എന്നിട്ട് പിന്നെ ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വേറെ ഗ്രാമത്തിൽ പോകാൻ പറ്റത്തില്ല. ഒത്തിരി പേരോട് ചോദിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താ ഈ പൈമാർ ഞങ്ങളെ കണ്ടു. അവർക്കറിയായിരുന്നു. ഞങ്ങളൊരു വീടിന്റെ അകത്തുനിന്ന് പോയി അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി അവര് കണ്ടു, ഞങ്ങളെ പിടിച്ചു. അന്നേരം തൊട്ട് അവർ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒത്തിരി പയ്യന്മാരെല്ലാം യൂത്ത്സുകൾ കൂടി പഠിത്തമുള്ളവരാ കേരളത്തിലും തമിഴ്നാടും ആന്ധ്രയിലൊക്കെ വർക്ക് ചെയ്യുന്ന പയ്യന്മാര്. ചിലർക്ക് മലയാളം അറിയാം, ചിലർക്ക് തമിഴ് അറിയാം. അവര് പിന്നെ സ്റ്റിക്കൊക്കെ കൊണ്ടുവന്നു. എന്നാലും ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 2 പേര് പിടിക്കുന്നു, ഒരാള് പുറകിൽ നിന്ന് അടിക്കുന്നു. എന്നോട് അവർ ആരംഭം ചെയ്തു, ഗോപാസ് അവിടെ നിൽപ്പുണ്ട്. കുറച്ചു നേരം എന്നെ അടിച്ചിട്ട് പിന്നെ ഗോപാസിനോട് പോകും. പിന്നെ പുള്ളി അടിക്കും, പിന്നെ എന്നെ അടിക്കും. RSSന്റെ ട്രെയിനിങ് കിട്ടിയ നല്ല ആളുകള് എങ്ങനെ അടിക്കണം അവർക്ക് നല്ലോണം അറിയാം. അവരടിക്കുന്ന നമ്മുടെ ചെവിയിൽ അടിക്കും, നമ്മുടെ ലിപ്സിലടിക്കും, നമ്മുടെ പുറത്തിൽ ഭാഗത്തിൽ അടിക്കും. ഇങ്ങനെ അവരുടെ അടിയെന്ന് പറയും. പുറ ഭാഗം മൊത്തം മേളിൽ തൊട്ട് പുറ വരെ അടിക്കും. അങ്ങനെ അടിച്ചിട്ട് പിന്നെ അവര് തീരുമാനം എടുത്തു മറ്റവരെ വിളിക്കണമെന്ന്. എന്നോടൊപ്പം മറ്റവരെ വിളിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഒരു നരേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവനായിരുന്നു എല്ലാവരുടെയും ചെവിയിൽ അടിക്കുന്നത്. പുറവിന്ന് അറിയത്ത് പോലും ഇല്ല, പുറകിന്ന് വന്ന് എന്നെ അടി അടിച്ചു. എന്റെ തല കറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായി എന്റെ ചെവി ഏഴ് പൊട്ടിപ്പോയെന്ന്. എന്നാലും ഞാനൊന്നും പറഞ്ഞില്ല, നിന്നു. കുറച്ച് കഴിഞ്ഞ് സ്റ്റേബിളായി. പിന്നെ അവരെന്നെ മറ്റവരെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ സംസാരിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നെ അടിച്ചു. പിന്നെ ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഫോൺ കോൾ അവർക്ക് കൊടുത്തു. അവര് ഹിന്ദി പറഞ്ഞു, നിങ്ങൾ എളുപ്പം ഗ്രാമത്തിന്റെ അകത്ത് പോവാ, അല്ലെങ്കിൽ ഇവരെ 2 പേരെ ഞങ്ങൾ കൊന്നിട്ട് കുടിച്ചിടുന്നു പറഞ്ഞു. അങ്ങനെ സന്നിപ്പാസ് തീരുമാനം എടുത്തു. മറ്റവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എല്ലാവരും പോയി എല്ലാവരും അടിക്കും. ഒരു കാര്യം, നിങ്ങളെല്ലാം വണ്ടി എടുത്താൽ പൊക്കോ, ഞാൻ തന്നെ പോവാം. അന്നേരം മറ്റേ ദേവദാസന്മാർക്ക് ഒരു കുറ്റബോധം, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങൾ എല്ലാവരും പോകുന്നു പറഞ്ഞു. അങ്ങനെ അത്ര നേരം കൊണ്ട് ഗ്രാമത്തിന്റെ ആളുകളൊക്കെ വെളിയിലോട്ട് പോയി. അവര് അവിടുന്നേ അടിച്ചോണ്ട് വന്നു. ഞങ്ങളൊരു ഗ്രൗണ്ട് ഉണ്ട്, 2-3 വേറെ മന്ദിരങ്ങളുണ്ട്. അങ്ങനെ അടിച്ചടിച്ച് അവര് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിനകത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുക. നിൽക്കാനും പറ്റുന്നില്ല. സന്നിപാഷന്റെ ആണെങ്കിൽ പുറത്തെ ഡിക്സ് ഒക്കെ മാറിപ്പോയി, നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ ഓരോരോ ആളുകൾ ഓരോരോ ഇന്റർവ്യൂ എടുക്കുന്നു, കള്ളത്തരം ചോദിക്കുന്നു. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടി, ആരാ നിങ്ങൾ അയച്ചേ? നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയില്ല, ഇല്ലെന്ന് പറയുന്നോണ്ട് അടിയാ. അങ്ങനെ എല്ലാവരും ഇന്റർവ്യൂ ഒക്കെ എടുത്തു. പിന്നെ ലാസ്റ്റ് പ്രായമുള്ളവരൊക്കെ ഒത്തിരി പേര് വന്നു. പിന്നെ അവർ തീരുമാനം എടുത്തു, ഈ പ്രവൻ മാത്യു അവരെയൊക്കെ ഇവിടെ വിളിച്ച്, ഈ പ്രവൻ മാത്യു ഒരു കാര്യം ചെയ്യാം, തുണി ഊരിയിട്ട് അവനെ ഗ്രാമത്തേക്ക് ഇറക്കാം. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി.
അന്നേരം പക്ഷെ ദൈവം പ്രവർത്തിച്ചു. അവർ നോക്കിയപ്പം എല്ലാ വീട്ടിൽ നിന്ന് മേളിൽ നിന്ന് പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു വേണ്ട, പെണ്ണുങ്ങൾ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ അവർ മനസ്സിലായി. എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ഭയങ്കര വിഷമം തോന്നി. പുള്ളി എന്നോട് പറയും, എന്തുവാനാ നീ ഈ ഗ്രാമത്തിൽ വന്നേ? വിവരം ഇല്ലയോ നിനക്ക്? പഠിത്തം ഉള്ളിട്ടും വിവരം ഇല്ല. ചോദിച്ചിട്ടൊക്കെ വരണ്ട, ഈ ആളുകൾ അങ്ങനത്തെയാന്ന്. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ദാഹിക്കുന്നു, ഒരു വെള്ളം തരാമെന്ന് ചോദിച്ചു. ആ പുള്ളി വീട്ടിൽ പോലും പോയില്ല. എളുപ്പം പോയി അടുത്ത കട ഉണ്ടായിരുന്നു, കടയിൽ നിന്ന് 2 ബിസ്ലറി ബോട്ടിൽ കൊണ്ടുവന്നു. ഒരു ബോട്ടിൽ എൻ്റെ കൈ ഇങ്ങനെ തരാവുന്ന സമയത്ത് ഈ അടിക്കുന്ന പയ്യന്മാര് ബോട്ടിലെടുത്തിട്ട് ഒരു ഈറെറിഞ്ഞു. ഒരു ബോട്ടിൽ തുറന്നിട്ട് മേളിലോട്ട് മേടിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ പ്രായമുള്ളവർക്ക് മനസ്സിലായി, അവരിങ്ങനെ അടിച്ചടി ചിലപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും മരിച്ചു പോയാൽ പിന്നെ ആര് മറുപടി പറയും? അവര് തീരുമാനം എടുത്തു. കാരണം വരുന്നവരെല്ലാം ഞങ്ങളെ അടിക്കുക, ചിലവർ മുള്ളു കുത്തുക, പിള്ളേർ ഞങ്ങളെ കളിപ്പാട്ടം പോലെ കളിക്കുക, ഞങ്ങളെ വന്ന് ഞങ്ങളെ പിന്നിപ്പ ചെയ്യുക. പിന്നെ ഏതായാലും ആ ഗ്രാമത്തിലെ മുതുക്കന്മാർ ഞങ്ങളെ മന്ദിരത്തിന്റെ അകത്തോട്ടാക്കി. നിങ്ങളെല്ലാം അകത്ത് പോവും, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് അടിക്കുന്നു. അങ്ങനെ അവര് തീരുമാനം എടുത്തു പോലീസിനെ വിളിക്കാൻ വേണ്ടി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഫോൺ കോൾ ചെയ്തു വിളിച്ചു. പോലീസ് വന്നു, ഞങ്ങളെ എടുത്തോണ്ട് പോയി. അന്നേരം ഞാൻ നോക്കിയപ്പം ആ ഡ്രൈവറിന്റെ അടുത്തൊരു ബോട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ഡ്രൈവറിനെ പറഞ്ഞു, ഒത്തിരി ദാഹമുണ്ട്, ഒരു വെള്ളം തരാമോ? ആ പുള്ളി ആ ബോട്ടിലെടുത്ത് പുറകോട്ട് തന്നു. ആ ഒരു ബോട്ടിൽ കൊണ്ട് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഇച്ചിരി കുടിച്ചു. ആ പോലീസ് ജീപ്പിന്റെ പുറവെ 7 പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്കറിയാം എത്ര സ്ഥലമുണ്ടോ. പക്ഷെ 7 പേരെ ഒന്നിന്റെ മുകളിൽ ഒന്ന് ഇരുത്തി ഞങ്ങളെ കൊണ്ടുപോയി. സ്റ്റേഷനിൽ പോയി ഞങ്ങളെയൊക്കെ തറയിരുത്തി കേസ് ഫയൽ ചെയ്യണം. അവർ പറഞ്ഞു അവരെ പോലീസിന്റെ അകത്ത് കൊണ്ടുപോയി നല്ലോണം അടിക്കണം എന്ന് പറഞ്ഞു. ആ കൊണ്ടുപോയാൾ പറഞ്ഞു, പേടിക്കണ്ട, ബാക്കിയൊക്കെ ഞങ്ങൾ അകത്ത് പോയി നല്ലോണം ശരിപ്പെടുത്താന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ വിഷമായി. ഞാൻ ഓർത്തു, നീ പിന്നെ അകത്ത് പോയി നീ പുള്ളി അടിക്കും. ഏതായാലും അകത്ത് പോയി. ആന്റിയും ആ പെങ്കൊച്ചു വെളിയിലായിരുന്നു. അവർ ഏതായാലും പെർസിക്യൂഷൻ റിലീഫ് ഷിബു തോമസിനെ വിളിച്ചു. പിന്നെ മൈനോറിറ്റി കമ്മിറ്റിയുടെ നമ്മുടെ ജയ്പൂരിലെ VP സിംഗ് എന്ന് പറഞ്ഞ ദേവദാസനുണ്ട്, പുള്ളിയെ വിളിച്ചു. അവരേതായാലും ഡൽഹിയിൽ ഫോൺ ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി സ്റ്റേഷനകത്ത് ഫോൺ കോൾ വരാൻ തുടങ്ങി. SP വന്നു, ലേഡി ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവർക്ക്, ലേഡി ആയിരുന്നു, അവർക്ക് തന്നെ ഈ സന്നിപ്പാൽ സുജാനുകളുടെ ആയിരുന്നു, ആ സഹോദരി സുജാനുകളുടെ. അങ്ങനെ തമ്മിൽ സംസാരിച്ചു. അവർക്ക് വേദനയായി. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു മെഡിക്കൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു പ്രൈവറ്റ് ഡോക്ടറിന്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ ഞാനും പ്രഭുവിന് പോയില്ല. ഞാൻ നോക്കിയപ്പം എല്ലാവരും പോയാല് 2 ലേഡീസ്മാരേ ഉള്ളൂ പോലീസ് സ്റ്റേഷനകത്ത്, അവരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തു പോകണ്ടെന്ന്. ഞാനും പ്രഭുവിന് പോയില്ല. മറ്റവർക്കൊക്കെ ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർ വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നു, വലിയ വലിയ ആളുകൾ വരുന്നു. അവർ വന്നു, ഞങ്ങളെ നോക്കി. അവർക്ക് മനസ്സിലായവർ ഞങ്ങളെല്ലാം പാതിരിമാരാ. എളുപ്പമെന്ന് പറഞ്ഞ് അവരൊക്കെ കസേര കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കസേര തന്നു. മേളിൽ നിന്ന് ഓർഡർ വന്നു, അടിച്ചവരുടെ അഗേൻസ്റ്റ് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ അഗേൻസ്റ്റ് FIR കൊടുക്കണമെന്ന് പറഞ്ഞു. തന്നെ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ FIR കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഞങ്ങളുടെ വചനം പറയുന്നു, ദൈവം പറയുന്നു ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം മേളിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്, FIR ചെയ്തതിനെ പറ്റത്തില്ല. അങ്ങനെ എന്നോട് FIR 2 പ്രാവശ്യം 3 പ്രാവശ്യം FIR എഴുതിപ്പിച്ചു. എന്നിട്ട് വലിയൊരു ബസ് വിട്ടു. അവർ ബസ് എടുത്തിട്ട് പോയി. ഗ്രാമത്തിൽ 10 പേരെ എടുത്തുകൊണ്ട് വന്നു. രാത്രി 3:30 വരെ അങ്ങനെ കാര്യങ്ങൾ നടന്നു. 3:30 ഞങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു, എക്സ്റേ ചെയ്തു, സോണോഗ്രാഫി ചെയ്തു. പിന്നെ രാവിലെ 6 മണിക്ക് ജാലോർ ഡിസ്ട്രിക്റ്റിനകത്ത് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പിന്നെ ഞങ്ങളുടെ മെഡിക്കൽ കാര്യങ്ങൾ നടത്തി.
പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കേസ് ഫയൽ ചെയ്തു അവരുടെ അഗേൻസ്റ്റ് ആയിട്ട്. സിബു തോമസ് എന്ന് ഞങ്ങൾ വിളിച്ചു. സിബു തോമസ് പറഞ്ഞു, പാസ്റ്റർ ആദ്യമായിട്ടാണ് ഞാനൊരു കേസ് ഇങ്ങനെ കേൾക്കുന്നത്, അല്ലെങ്കിൽ മിക്കവാറും അവർ നമ്മളെ അടച്ചിട്ട് നമ്മുടെ അഗേൻസ്റ്റ് കേസ് ഫയൽ ചെയ്യും. ഏതായാലും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അവരുടെ അഗേൻസ്റ്റ് കേസ് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഫ്രീ ആയി. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പോകും, നിങ്ങൾക്ക് ഞങ്ങൾ സെക്രട്ടറി കൊടുത്തിട്ട് ഓരോരോ സ്ഥലത്ത് വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഉദയ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ട്, അവർ ഞങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ കാറയിൽ ജാലോറിൽ നിന്ന് ഞങ്ങൾ ഉദയ്പൂരിലോട്ട് പോയി ഫിൽദൽഫിയ ബൈബിൾ കോളേജിനകത്ത്. അവിടെ ഞങ്ങളുടെ ഒരു ദിവസം കടന്നു. ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നു. ഞാനത് തിരിച്ചു വന്നു. അവർ ഞങ്ങളുടെ കേസ് ഫയൽ ചെയ്തു. പക്ഷേ അത് തെറ്റാന്ന് അവർക്ക് മനസ്സിലായി. ഞങ്ങളുടെ കേസ് മുമ്പോട്ട് പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കേസിന്റെ പുറകെ ഒന്നും നടക്കാതെ, പോലീസ് സ്റ്റേഷനകത്ത് പോവാതെ, കോർട്ടിനകത്ത് പോവാതെ ഇതിന്റെ ഒരു സൊല്യൂഷൻ നടത്തണം. ഞാൻ കടി കിട്ടി കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ ഒന്നും പറയാൻ സമയമില്ല. ഏതായാലും ദൈവം പ്രാർത്ഥന കേട്ടു. ഞങ്ങളെ ആരെയും വിളിപ്പിച്ചില്ല. ഒരു വർഷം വിളിപ്പിച്ചു, ഞങ്ങളുടെ ടെസ്റ്റിമെന്റ് എടുത്തു. അത് ഞങ്ങളുടെ ആരെയും വിളിപ്പിച്ചില്ല. 4 വർഷം കേസ് നടന്നു. ഞങ്ങൾ അറിഞ്ഞുപോലുമില്ല. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചെവിക്ക് വേദന തുടങ്ങി, ശക്തമായ വേദന. ഞാനൊരു മിഷൻ ട്രിപ്പ് പോയിട്ട് വരുന്ന സമയത്ത് നാട്ടിൽ അങ്കിളുണ്ട്. അങ്കിളുടെ ഒരു ഓർഗനൈസേഷൻ എറ്റേണിറ്റി ഫോർ ഓൾ, ഞാൻ അതിൻ്റെ ചുമതല ഞാനാണ്. ആ സമയത്ത് രാജസ്ഥാനിലെ ബാസ്വാഡയിലെ, ഗുജറാത്തിലെ ദാഹോദിലെ, MP ജാബുവയിലെ, ഈ 3 സ്ഥലത്ത് ആ സമയത്ത് വർക്കുകളുണ്ടായിരുന്നു. എല്ലാം ട്രൈബൽ ഏരിയ, 3 ഏരിയ. ഞാൻ എല്ലാ മാസവും ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്കിൾ വന്ന സമയത്ത് മിഷൻ ട്രിപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് മനസ്സിലായ, ആ ഇടം പൊട്ടി ചോര വന്നു, അതവിടെ കടന്നു. പിന്നെ അത് ഫംഗീസായി. അതവർ ക്ലീൻ ചെയ്ത് നോക്കിയപ്പം വലിയൊരു ഹോളാണ്. പിന്നെ ഞാൻ പ്രൈവറ്റ് ഡോക്ടറിനകത്ത് നല്ല സ്പെഷ്യൽ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, സാറേ, ഇത് വലിയ ഹോളായത് നിറയത്തില്ല, വേണമെങ്കിൽ സർജറി ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. സർജറി ചെയ്താലും സക്സസ് അല്ല, ചിലപ്പോൾ ആകും, ചിലപ്പോൾ ഇല്ല. ഞാൻ വീട്ടിൽ വന്നു. ഇവിടും പിന്നെ വേറെ ഡോക്ടറിനെ കാണിച്ചു. അവരെന്നെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു, നോക്കാൻ പറഞ്ഞു. എന്നെ പിന്നെ പേടിപ്പിച്ചു, ഇന്ന് നിങ്ങൾ സർജറി ചെയ്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇൻഫെക്ഷൻ അകത്തോട്ട് പോയാൽ അത് പിന്നെ അകത്തെ ഞരമ്പൊക്കെ എഫക്റ്റ് ആകും, തലയ്ക്ക് എഫക്റ്റ് ആകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അത് കേട്ടപ്പോൾ ശകലം പേടിച്ചു പോയി. ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ സമയത്ത് വൈഫ് ശിവ ഉണ്ട്, മമ്മി ശിവയും കാര്യങ്ങൾ പറഞ്ഞു. 2 പേരും പറഞ്ഞു സർജറി ചെയ്യണ്ട. ഏതായാലും ദൈവത്തിന് വേണ്ടി, ദൈവം അറിഞ്ഞിട്ടില്ലല്ലോ നടന്ന്, ദൈവം തന്നെ ഇതിന്റെ പരിഹാരം ചെയ്യും, മോനൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു, ഞാൻ സർജറിക്ക് പോയില്ല. 1 മാസത്തിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, മരുന്നൊക്കെ വരച്ചു, ക്ലീനായി. ദൈവത്തിന്റെ കൃപ കൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇപ്പോഴും കേൾക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെവി ക്ലോസ് ചെയ്യും, നോക്കും കേൾക്കുന്നോ ഇല്ലയോ. ദൈവത്തിന്റെ കൃപ കൊണ്ട് അതുപോലെ കേൾക്കുന്നു, ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ കുളിക്കുന്ന സമയത്ത് ഞാൻ പഞ്ഞി വെച്ചു, വെള്ളമൊന്നും അകത്ത് പോകാതിരിക്കാൻ വേണ്ടി, അത് മാത്രം ഞാൻ ചെയ്യുന്നു. വേറെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം എല്ലാ കാര്യത്തിലും സഹിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി ഒരു ബലം തന്നു. ഞാൻ ഈ ട്രൈബൽ ഏരിയ ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവിടെയും ഒത്തിരി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന
ഒരു ദേവദാസ് രാജ്വീർ അടുന്ന് പറഞ്ഞ ദേവദാസിന് ഒരു പുതിയ ഗ്രാമത്തിൽ ഒരു സുവിശേഷം പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കൊരു വിടുതലുണ്ടായി. ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ സമയത്ത് ഈ ഗ്രാമത്തിൽ വർക്ക് ഈ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, അവിടോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ആ ഗ്രാമത്തിൽ ഒരു കുടുംബത്തിൽ അവിടെ പ്രാർത്ഥന നടക്കുന്നു. പ്രാർത്ഥന വെച്ചു. ഞങ്ങൾ പോയി. വേറെ 2 ദേവദാസന്മാരുണ്ട്. ഞങ്ങളൊരു പാട്ട് പാടി പകുതി ആയുള്ളൂ. ആ ഗ്രാമത്തിന്റെ തലവന്റെ മോൻ, അവർ 3-4 പേര് അവർക്കറിയായിരുന്നു ഞങ്ങൾ ഇന്ന് വരും. അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങളുടെ വരുന്നതിന് മുമ്പ് അവരെ കള്ളു പിടിച്ചിട്ട് ഞങ്ങൾ വരുന്ന സമയം ഞങ്ങൾ നല്ലോണം അടിച്ചാൽ തീരുമാനം എടുത്തിരിക്കുക. പകുതി പാട്ടായപ്പം ആ ലീഡർ വലിയൊരു ആയുധം എടുത്തോണ്ട് വന്ന് എൻ്റെ അടുത്ത മറ്റേ ദേവദാസൻ ഇരിക്കുന്ന ആ ദേവദാസന് ഇവിടെ വെച്ചു. ഞാൻ അടുത്തിരിപ്പുണ്ട്. ഞാൻ ആ പാട്ടിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വാഗളി ലാംഗ്വേജാണ്. അന്നേരം ഒരു ചോദ്യം ചോദിച്ചു അവനോട്, ആരോട് ചോദിച്ചിട്ട് നീ ഗ്രാമത്തിൽ കാല് വെച്ചു? വേറെ ഒരു ദൈവത്തിനെ ഈ ഗ്രാമത്തിൽ നീ എങ്ങനെ കൊണ്ടുവന്നു? ഞാൻ ഓർത്തു ചെയ്താൽ ഇന്ന് നമ്മുടെ കാര്യം പോക്കായിപ്പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. വേറെ കാണുമ്പോൾ അവരിങ്ങനെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പം 3-4 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. മതിലിങ്ങനെ ഇച്ചിരേശ മതിലുള്ളൂ. ഒരു 2 അടിയോ മതിലുള്ളൂ. ഇത്രയും പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങളെ ചാടി ഒറ്റ ഓട്ടം. പിന്നെ ഞങ്ങള് 3 പേര് അവിടെ ഇരിപ്പുണ്ട്. വേറെ ആരുമില്ല. ഏതായാലും മനസ്സിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അവരിങ്ങനെ വെച്ചതേ ഉള്ളൂ, അകത്ത് കയറ്റിയില്ല. കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം എളുപ്പം വണ്ടി എടുത്ത് പൊക്കളം പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് തന്നെ വണ്ടി കയറി. താരെ ഇങ്ങനെ കല്ലും വല്ലതും ഒക്കെ കയറിക്കേ പോകുന്നത്. ഏതായാലും എങ്ങനെ എടുത്ത് ഞങ്ങൾ പോയി. റോഡിൽ പോയപ്പോ ഞങ്ങൾ റോഡ് പിടിച്ച് ഓടുന്ന സമയത്ത് ഞങ്ങൾ കണ്ടു 2 വേറെ യൗവനക്കാരെ ബൈക്കുകാർ ഞങ്ങളുടെ പുറകിലുണ്ട്. അവർ ഞങ്ങളെ ക്രോസ് ചെയ്തു. ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുമ്പോട്ട് അവരെ പിടിക്കും. എന്നെ കൊണ്ട് ദേവദാസൻ ചോദിച്ചു, പാസ്റ്റർ എന്തോ ചെയ്യേണ്ടി? തിരിച്ച് അപ്പുറത്തോട്ട് പോകണോ അല്ല മുമ്പോട്ട് പോകണോ? ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു, പാസ്റ്റർ അവര് നമ്മളെ കൊണ്ടിട്ട് പോയി, മുമ്പേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വണ്ടി നേരെ വിട്ടിട്ടങ്ങ് പൊക്കളം പറഞ്ഞു. ഏതായാലും വണ്ടി എന്ന് പറഞ്ഞ് വിട്ടു നേരെ വീട്ടിൽ വന്ന് ഞങ്ങളെ ഇരുന്ന്. അങ്ങനെ ദൈവത്തിന്റെ ഒത്തിരി കാര്യത്തിൽ ഞാൻ കണ്ടു, ദൈവം കാത്തു സൂക്ഷിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം കാത്തു സൂക്ഷിക്കും. പക്ഷെ ഈ കാര്യമൊന്നും ഞാൻ വീട്ടിൽ വന്ന് പറയത്തില്ല. കാരണം പറഞ്ഞാൽ എനിക്കറിയാം അടുത്ത പ്രാവശ്യം അവര് പോകണ്ടെന്ന് പറയും. മമ്മി ആയാലും ഇതുപോലെ തന്നെ വേറെ ഒരു ഗ്രാമത്തിൽ ജാവ ഡിസ്ട്രിക്ട് MP-നകത്ത് ഒരു ദിവസം മീറ്റിംഗ് നടന്നു. അടുത്ത ദിവസം പാസ്റ്റേഴ്സ് മീറ്റിംഗ്. വേറെ 2 ദേവദാസന്മാര് വരുന്ന സമയത്ത് അവിടുത്തെ RSS ലീഡർ കണ്ടു. വൈറ്റ് ഷർട്ട് ഇട്ടാ മനസ്സിലായ ഒരു പാസ്റ്റർമാരാ. എവിടോട്ട് പോകാൻ ചോദിച്ചു. പറഞ്ഞ് ഇവിടോട്ട് പോകാന്ന് പറഞ്ഞു. ആരടുത്ത് പോകാന്ന് പറഞ്ഞു. ഈ പുള്ളിയുടെ അടുത്ത് വന്നു. ഒരു കാര്യം തിരിച്ച് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ബാക്കി എത്ര പേര് അവിടെ ഇരിപ്പുണ്ട്, അവരെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവരത് അപ്പം തന്നെ വണ്ടി വിട്ടിട്ട് എളുപ്പം ഫോൺ വിളിച്ചു പറഞ്ഞു, ആളുകൾ വരുന്നുണ്ട്, ആയുധം എടുത്തിട്ട് എളുപ്പം പാസ്റ്ററിനെ അവിടെ നിന്ന് ഔട്ടാക്കാൻ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് ഔട്ടാക്കാൻ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ ബാഗെല്ലാം ഞാൻ എളുപ്പം പാക്ക് ചെയ്തു. ബൈക്ക് ഇരുന്നു. ഗ്രാമത്തിന്റെ പഴയ വരി കൂടെ ഫീൽഡിനകത്തുനിന്ന് എന്നെ എടുത്തുകൊണ്ട് എളുപ്പം തന്നെ പോയി. ഞാൻ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടപ്പോൾ ആളുകൾ വന്നു, ആയുധമൊക്കെ എടുത്തിട്ട് ചെരുപ്പെടുത്താൻ വേണ്ടി. അവർക്ക് അവിടുത്തെ ഒരു ദേവദാസൻ പ്രവർത്തിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ വെളിയിൽ ആരെങ്കിലും വന്നാല് അവർക്ക് പ്രശ്നം. അങ്ങനെ ദൈവം ഇങ്ങനെ ഒത്തിരി കാര്യത്തിൽ, പക്ഷെ എൻ്റെ അകത്ത് എന്തായാലും അവരിങ്ങനെ
ഭയം. അടുത്ത പ്രാവശ്യം അയ്യോ അങ്ങനെ പോകണ്ടെന്ന് അങ്ങനെ ഒരു ഭയം വരും. വീട്ടിലും പറയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താ പിന്നെ ദൈവത്തിന്റെ വർക്ക് മുമ്പോട്ട് പോകുന്നു. ദൈവം ഒത്തിരി അടുത്ത് ഉപയോഗിക്കുന്നു. കൊറോണ സമയത്ത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സഹിക്കാൻ പറ്റാത്ത വേദനയുടെ അവസ്ഥയെത്തും ദൈവം കൊണ്ടുപോയി. വൈഫിനൊരു ബ്രസ്റ്റിനകത്ത് ഒരു മുര ഉണ്ടായി, ലെഫ്റ്റ് ബ്രസ്റ്റിനകത്ത്. പോയി കാണിച്ചു. ഇവിടെ തന്നെ കാണിച്ചു. ഞങ്ങൾ അജ്മീർ ഡിസ്ട്രിക്റ്റ് ബയോപ്സിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു. അപ്പം തന്നെ പിന്നെ ജയ്പൂരിൽ ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. 2021 ഡിസംബർ 5 കാര്യം. അവിടുത്തെ ഒരു മലയാളി സ്റ്റാഫിനെ വിളിച്ചു. പുള്ളി അവിടുത്തെ നല്ല ഡോക്ടറിനെ അറേഞ്ച് ചെയ്തു. പോയി കണ്ടു. ഡോക്ടർ മുസ്ലിം ആയിരുന്നു. പുള്ളി രണ്ടുപേരും കണ്ടു. എന്നോട് പറഞ്ഞു, ഒരു കാര്യം പേടിക്കണ്ട, നോ പ്രോബ്ലം, നാളെ തൊട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കും ഒരു സന്തോഷമായി. പക്ഷെ അടുത്ത ദിവസം ബോഡി സ്കാൻ ഉണ്ട്. രാവിലെ 7 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം, രാവിലെ വരണം എന്ന് പറഞ്ഞു. അല്ലെ അഡ്മിറ്റ് ചെയ്യും, അല്ലെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ. ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നില്ല, അടുത്ത് ഫ്രണ്ട് ഉണ്ട്, അവിടോട്ട് പോകുന്നു. പോയി രാവിലെ 7 മണിക്ക് വന്നു. ബോഡി സ്കാൻ ചെയ്തു. ബോഡി സ്കാനിന്റെ റിപ്പോർട്ട് വന്നപ്പം അത് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ എന്നെ അകത്ത് വിളിച്ചു പറഞ്ഞു, സർ, നൗ ദർ ഇസ് നോ ഹോപ്പ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ബോഡിക്കകത്ത് വ്യാപിച്ചു പോയി, ബോൺ മേറോക്കകത്ത് വ്യാപിച്ചു പോയി. ഞാൻ വന്നു. പിന്നെ നമ്മളെ മലയാളി സ്റ്റാഫ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്ത് പോയി. ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ. പുള്ളിക്ക് വിഷമം ഉണ്ടായി, പിന്നെ ദേഷ്യം ഉണ്ടായി. ഇപ്പോഴാ നിങ്ങളൊക്കെ അറിയുന്നേ, ഇതാദ്യം വരാഞ്ഞേ. ഞാൻ പറഞ്ഞു അറിഞ്ഞ ഇപ്പോഴാ, 4th സ്റ്റേജ് ആയി, ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ലേറ്റ് ആയി പോയി. പിന്നെ ഞാൻ ഏതായാലും ഡെയിലിയിലെ മാത്യു പാസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേതലിന്റെ സെക്രട്ടറി അനു പാസ്റ്റർ ഉണ്ടായിരുന്നു, വന്നു. ഏതായാലും അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഞങ്ങൾ തിരിച്ച് അവിടുന്ന് 3 മണിക്കൂർ യാത്രയുണ്ട്, കാറിൽ തിരിച്ചു വരിക. മാത്യു പാഷ മുമ്പ് ഇരിക്കുന്നു, ഞാൻ പുറകിലിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ മാത്യു പാഷയോട് മാത്യു പാഷ പുറകോട്ടിരിക്കും. കാരണം എനിക്ക് പുറകിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ടിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ഇവിടോട്ട് വന്നു. എന്തോ പറയണം, എന്തോ ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഏതായാലും ഞാൻ ശിവനോട് പറഞ്ഞു, കാരണം ഒരു എന്നെക്കാട്ടിലും ബോൾഡായിരുന്നു. ഞാൻ പറഞ്ഞു, ശിവ ഇങ്ങനെ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞു, പാസ്റ്റർ എന്താണ് പേടിക്കുന്നത്, ദൈവം നമ്മുടെ കൂടെ, ഒന്നും സംഭവിക്കത്തില്ല, ദൈവം അത്ഭുതം ചെയ്യും, പാസ്റ്റർ വിശ്വസിച്ചാൽ മതി. നാട്ടിലാരോടും പറയണ്ട, നാട്ടിൽ അമ്മയോടൊന്നും പറയണ്ട. ഏതായാലും അങ്ങനെ അടുത്ത എല്ലാ ദേവദാസന്മാർ അറിഞ്ഞു. അവരൊക്കെ ഇങ്ങനെ പ്രയർ അറേഞ്ച് ചെയ്തു, ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കും. മോൾ ആ സമയത്ത് 8th ക്ലാസ്സിലാണ്. ദൈവം അത്ഭുതം ചെയ്യും. അവൾ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും.
എനിക്ക് 100% ഉറപ്പായിരുന്നു ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഞാനും അത്ര വിഷമിച്ചില്ല. പക്ഷേ മൂന്നാമത്തെ മാസമായപ്പോൾ, മാർച്ച് ആയപ്പോൾ ചില ഒത്തിരി ശരീര പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു ദിവസം ബാത്റൂമിനകത്ത് പോയി തിരിച്ചു വന്നു. എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് ബ്രെയിൻ എഫക്റ്റ് ആയിപ്പോയി. എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. ഞാൻ പിന്നെ ബാത്റൂമിൽ പോയ സമയത്ത് ബാത്റൂമിൽ തന്നെ ഇരുന്ന് കരഞ്ഞു. ദൈവമേ, എന്തോ ചെയ്യണം. കൊച്ചു പിള്ളേരുകാരെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തായാലും സകല ഒരു മനസ്സിനകത്ത് അത് വന്നു. ചിലപ്പം ദൈവത്തിന്റെ ആഗ്രഹം വേറെയാണ്. ഇങ്ങനെ കഷ്ടത പോകുന്ന സമയത്തൊക്കെ ദൈവം എന്നോട് സംസാരിച്ച 2 വാക്യങ്ങൾ. 1 Corinthians 10:13. No temptation has overtaken you except such is common to men, but God is faithful, who will not allow you to be tempted beyond what you are able, but with the temptation will also make the way to escape, that you may be able to bear it. ഇത് വാക്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിനകത്തൊരു ഉറപ്പ്, ദൈവം ഇതിനകത്തൊരു സൊല്യൂഷൻ കൊണ്ടുവരും, ഒരു വരി ഇതിനകത്ത് നിന്ന് കൊണ്ടുവരും, അത്ഭുതം ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ദൈവം പിന്നെ എന്നോട് സംസാരിച്ചു. Isaiah chapter 43 verse 2. Isaiah 43 verse 2. When you pass through the waters, I will be with you, and through the rivers, they shall not overflow you. When you walk through the fire, you shall not be burned, nor shall the flame scorch you. ഈ വാക്യം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി, ദൈവം തീർച്ചയായി ഒരത്ഭുതം ചെയ്യും. പക്ഷേ മാർച്ച് 22 അതിൻ്റെ ഇടയ്ക്ക് വേറെ 2-3 സംഭവങ്ങൾ സംഭവിച്ചു. പിന്നെ കാര്യങ്ങള് ഞാൻ അവരുടെ അമ്മയോടൊക്കെ പറഞ്ഞു. അമ്മയെ ഒത്തിരിയും പ്രത്യാശവാക്യങ്ങൾ പറയായിരുന്നു. ഭാഷ പേടിക്കണ്ട, ദൈവം അത്ഭുതം ചെയ്യും. ഒരു കാര്യത്തിൽ ഭാഷ പേടിക്കണ്ട. പിന്നെ സ്ഥിതികൾ ശാലൊക്കെ മാസമായപ്പോൾ അവര് എന്നോട് പറഞ്ഞു, ശിവാന്റെ മൂത്ത ചേച്ചി റാന്നിയില, പാസ്റ്റർ ഒരു കാര്യം ചെയ്യ്, ശിവാനെ ഇവിടോട്ട് കൊണ്ടുപോകാം. ഇവിടെ ദേവദാസന്മാരുണ്ട്, അവർ പ്രാർത്ഥിച്ച അങ്ങനെ വരങ്ങളെ പ്രാപിച്ചവരുണ്ട്, അവർ പ്രാർത്ഥിച്ച സൗഖ്യമാകും. പക്ഷെ എനിക്ക് ആ ഒരു തീരുമാനം ശരിയായിട്ട് തോന്നിയില്ല. ഞാൻ അന്നേരം അവരോട് ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന് അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവം ഇവിടും ചെയ്യും. ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത്, ഞങ്ങളൊക്കെ ഈ വേല ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിശാച് ബാധിച്ചവർക്കും ദൈവം വിടുതൽ കൊടുത്ത ദൈവം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പം ഞാൻ വേറെ ഒരു മനുഷ്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അകത്ത് എൻ്റെ കൺവെൻഷൻ പറയുന്നത് ശരിയല്ല. ഞാനത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ദൈവം ഒരാളെ ഇവിടോട്ട് അയക്കുക, ഒരാളോട് പറയാ നീ അവിടോട്ട് പോ, രാജസ്ഥാനിൽ പോ, ഇവിടെ വന്നാൽ ദേവദാസിന് പ്രാർത്ഥിക്കുക. ഞാനത് സമ്മതിച്ചു, ഉറപ്പില്ല. ദൈവം അയച്ച ആളാണ്. ഞാൻ എൻ്റെ വൈഫിനെ
അന്ന് കേരളത്തിൽ കൊണ്ടുപോയി ഒരാൾ പ്രാർത്ഥിച്ചെങ്കിലേ സൗഖ്യം കിട്ടുന്നു അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എൻ്റെ അകത്ത് വിശ്വാസത്തിൽ ഞാൻ തന്നെ ചോദ്യം ചോദിക്കുക, ഞാൻ അത് ചെയ്യത്തില്ല. അങ്ങനെ ശകലം അവർക്കും ചില പ്രശ്നമൊക്കെ ആയി. ലാസ്റ്റ് ആയപ്പോൾ അവരുടെ മമ്മയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി സംഗതി മൂത്തിരിക്കുക. നേരം ശിവയുടെ അമ്മ പോലും എൻ്റെ അഗേൻസ്റ്റാണ്. പാസ്റ്റർ ഇപ്പം തന്നെ ഞങ്ങളെ മോളെ നാട്ടിൽ വിടണം, പറ്റത്തില്ല. കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ദൈവം ന്യായം ചെയ്യും. ഞങ്ങളുടെ മോളെ ഇപ്പം തന്നെ വിടുന്നത്. അവൾക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരാൾ നമ്മളെ സഹായിക്കാൻ അതിനെ മേളി അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത്രയും ദിവസം വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ ആളുകളൊക്കെയാണ്, എന്നെ ആശ്വാസം വന്ന ആളുകളാണ്. പാസ്റ്റർ ഒന്നും പേടിക്കണ്ട. പക്ഷെ അവര് തന്നെ ഇപ്പം ഇതുപോലെ അവസ്ഥ വന്നപ്പം അവരുടെ വിശ്വാസം എവിടോട്ട് പോയി. അതുമാത്രമല്ല, ഇന്ന് പറയുന്ന വാക്യങ്ങളെല്ലാം മനുഷ്യൻ നാളെ പറയുന്നു. സാഹചര്യത്തെ അനുസരിച്ച് മനുഷ്യൻ വാക്കുകൾ പറയും. ഈ ലോകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ മനുഷ്യനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നവനായിരിക്കും ചിലപ്പോൾ നാളെ നമ്മളെ എഗൻസ്റ്റായിട്ട് പറയുന്നത്. ഞാൻ അതും സഹിച്ചൊന്നും പറഞ്ഞില്ല. അമ്മയില്ല, കുഴപ്പമില്ല, അവിടെ വിഷമമുണ്ട് പറയുന്നേ. ഞാൻ അപ്പം തന്നെ പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, 4 പേർ. ഇത്രയും പേസായി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കറിയാൻ ചിലപ്പോൾ പോകാനും പറ്റത്തില്ല. ഏതായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്ത് 24-ന് 22nd അവിടെ കണ്ടീഷൻ മോശമായിപ്പോയി. അപ്പം തന്നെ കൊറോണ സമയം ആംബുലൻസ് വിളിച്ചു, അജ്മേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അറിയുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് നമ്മുടെ കേസ് എടുത്തു. അല്ലെങ്കിൽ കേസ് എടുക്കത്തില്ല. കാരണം അവള് ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. വാനകത്തും മൂക്കിനകത്തും ബ്ലഡ് വരാൻ തുടങ്ങി. പിന്നെ അവളൊന്നും സംസാരിക്കുന്നില്ല, വയറൊക്കെ വീർത്തു. ഹോസ്പിറ്റലിൽ 22nd രാവിലെ കൊണ്ടുപോയി. ആ ദിവസം മൊത്തം ഇങ്ങനെ അവർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, അവരിങ്ങനെ ബ്ലഡ് വലിച്ചുകൊണ്ടിരിക്കുക. 23rd രാവിലെ ഒരു 2-2:30 ആയപ്പോൾ അവള് ശ്വാസം വലിക്കാൻ തുടങ്ങി. എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്, ഞാൻ വെളിയിൽ കിടക്കുക. അവൾ എളുപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ വാ, ഇവ ശ്വാസം വലിക്കുന്നു. ഞാൻ അകത്തോട്ട് പോയി. പിന്നെ എളുപ്പം സ്റ്റാഫിനെ വിളിച്ചു. ഞാനിങ്ങനെ വിളിച്ചു, ശിവ എന്ന് പറഞ്ഞു വിളിച്ചു. ശബ്ദം കേട്ടിട്ട് ഹാ എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പം ദൈവത്തിന് സമയമായി. കുറച്ച് ദേവദാസ്മാരൊക്കെ അജ്മലിലുണ്ടായിരുന്നു, വിളിച്ചു. അവരൊക്കെ വന്നു. പിന്നെ 5 മണിക്ക് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വന്നു. മോള് ബോഡിയെ കണ്ടു, എൻ്റെ അടുത്ത് വന്നു. എന്നോട് ചോദ്യം ചോദിച്ചു. മോള് ചോദിച്ചു, പപ്പ നിങ്ങളെല്ലാരും എന്നോട് പറഞ്ഞു ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാ കള്ളം പറഞ്ഞു? എന്നോട് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോളെ അത് നമ്മുടെ അകത്തെ വിശ്വാസം. എത്ര സ്റ്റേജ് മോശമായാലും നമ്മൾ പ്രാർത്ഥിക്കും. കാരണം നമുക്ക് വിശ്വാസമാണ് ദൈവം അത്ഭുതം ചെയ്യും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം വേറെയാണോ? അത് നമ്മൾ സഹിച്ചല്ലേ പറ്റും.
അങ്ങനെ മോനിച്ചനേ ഉള്ളൂ, അവനൊന്നും അറിയത്തില്ല. അവനിങ്ങനെ ഇരിക്കുന്നു നോക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ഒത്തിരി വിഷമായി, ഒത്തിരി കാലം. പക്ഷെ കൊറോണ സമയത്തും ദൈവം സഹായിച്ചു. ആർമി ക്യാമ്പസിനകത്തായിട്ട് പോലും നല്ലൊരു ഫ്യൂണറൽ ഒത്തിരി പേര് വന്നു. ആ സമയത്ത് 50 പേര് വരാൻ പറ്റത്തുള്ളായിരുന്നു, പക്ഷെ 100-300 പേരായിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോയി. നല്ലോണം ദൈവം നല്ല കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് തന്നെ അവര് വന്നൊക്കെ പിന്നെ ഞങ്ങൾ ഒരു ദിവസം ലേറ്റായിട്ട് ചെയ്ത് അവർക്ക് തന്നെ നാട്ടിൽ നിന്ന് ശിവയുടെ മമ്മിയും പപ്പായും ബ്രദറും പിന്നെ ശിവയുടെ മമ്മിയുടെ അനിയത്തിയും ഭർത്താവും ഉണ്ടായിരുന്നു. മൂത്ത സിസ്റ്ററിന്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നു. അവർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഞാനൊന്നും ആ സമയത്ത് പിന്നെ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു സംഭവം നടന്നു. സ്റ്റേജൊക്കെ ഒത്തിരിയും മോശമായപ്പം നാട്ടിൽ നിന്ന് അവര് പിന്നെ ഒരു ദേവദാസനെ ഇവിടോട്ട് വിട്ടു പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ ദേവദാസൻ വന്നു, 3 ഉപവാസം വെച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു, പ്രവച്ചു. ദൈവം അത്ഭുതം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട്, നിൽക്കുന്നു നിങ്ങൾ രണ്ടുപേരും, ശിവ ശുശ്രൂഷ ചെയ്യുന്നു, ദൈവം അടുത്തൊരു തലത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു സഹോദരി ആരാധിച്ചു. പിന്നെ ചെറിയൊരു ബക്കറ്റ് കൊണ്ടുവന്ന് ഛർദ്ദിക്കാൻ പറയുന്നു. അവൾ എപ്പോഴും ഛർദ്ദിക്കുക, അത് വലിയ കാര്യമൊന്നും. പക്ഷെ നമ്മുടെ അവസ്ഥ ഇതുപോലെ ഇരിക്കും, നമ്മളെന്തോ പറയാൻ. 2-ാം ദിവസം ആരാധിച്ച് ശരീരം മൊത്തം ഇളകി. ആ ദിവസം അന്ന് വരെ ഉണ്ടാകാത്ത വേദന ആശ്രയിക്കും. മൂത്ത സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ടായത് പുള്ളി കണ്ട് വിഷമമായിപ്പോയി. പുള്ളി കരയാൻ തുടങ്ങി. എന്നിട്ട് പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഈ പ്രാണം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ പ്രാണം തിരിച്ചു തരണം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, പ്രാണം തിരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, കാരണം അത് ബിബിലിക്കൽ അല്ല. മരിച്ച ലാസറിനെ ദൈവം ജീവിപ്പിച്ചു. ആ ദൈവം എന്നും ജീവിപ്പിച്ചുണ്ട്. ദൈവം അത്ഭുതം ചെയ്യും, ആ വിശ്വാസമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വേണ്ടി പ്രാണം തിരിച്ചു തരാൻ പ്രാർത്ഥിക്കണ്ട, കാരണം പ്രാണം തരുന്നേയും എടുക്കുന്ന ദൈവം. നമുക്കത് പറയാൻ വേണ്ടി അധികാരമില്ല. കാരണം ഞാൻ സുശേഷം എല്ലാവർക്കും സമയത്ത് ഞാൻ തീരുമാനം എടുത്ത, നമ്മൾ എന്തോ ചെയ്താലും എന്തോ വചനം പറയുന്നത് അത് പറയുക, അത് പ്രസംഗിക്കുക, അതിന് എത്ര നഷ്ടം വന്നാലും. അതുകൊണ്ട് ആ സമയത്ത് പോലും ഞാൻ ആ പ്രാർത്ഥിച്ചില്ല. ഹോസ്പിറ്റൽ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഒത്തിരി ദേവദാസൻ വന്ന് കൈകൊട്ട് പ്രാർത്ഥിച്ചു. അന്നേരം അവർ ഈ കാര്യം പ്രാർത്ഥിച്ചു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന വചനത്തിന്. ആ വചനത്തിന് വേണ്ടി നമുക്ക് എത്ര സാക്രിഫൈസ് ചെയ്യാൻ വന്നാലും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. കാരണം ഒരു ദേവദാസൻ പറഞ്ഞ ഒരു കോട്ടുണ്ട്, യു ആർ ഫ്രീ ടു ചൂസ് ബട്ട് യു ആർ നോട്ട് ഫ്രീ ഫ്രം ദ കോൺസിക്വൻസ് ഓഫ് യുവർ ചോയ്സ്. നമ്മൾ ചൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് തരുന്ന ദൈവമാണ്. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നതിന്റെ കോൺസിക്വൻസ് ആയിരിക്കും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഇങ്ങനത്തെ റിസൾട്ട് എനിക്ക് വേണ്ടാന്ന് നമുക്ക് അന്നേരം പറയാൻ പറ്റത്തില്ല.
ചിലപ്പോൾ നമ്മളെ ഈ വേദന സമയത്ത് നമ്മുടെ ഒരു മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയും, നമ്മുടെ തീരുമാനം കർത്താവ് ഇങ്ങനെ നടക്കണം. പക്ഷെ ദൈവത്തിന്റെ തീരുമാനം വേറെ ആകുന്നെങ്കിൽ നമ്മൾ ആ ദൈവത്തിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണം. കാരണം ദൈവം ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസും ദൈവം നമുക്ക് നല്ലതായിട്ടേ തരത്തുള്ളൂ. പക്ഷെ എസെക്കിയേൽ പ്രാർത്ഥിച്ച പോലെ ദൈവം ഓക്കെ, അവന്റെ കണ്ണീര് കണ്ടിട്ട് എങ്ങനെയായാലും ടീക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ് നമ്മൾ പ്രാപിച്ചാല് അതിന്റെ കോൺസിക്വൻസ് നമുക്ക് എപ്പോഴും നല്ല ആയിരിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്കൊരാളും പിതാവില്ല. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വചനം പ്രാർത്ഥിക്കുന്നു. അതാ ഞാൻ വചനം പഠിച്ചതും 3 വർഷം ബൈബിൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാ വചനം പഠിക്കാൻ ശരിയായിട്ട് തുടങ്ങിയത്. പക്ഷെ കുറെ കാര്യം ഞാൻ തീരുമാനം എടുത്തു. ഇന്ന് വരെ ദൈവം ആ തീരുമാനത്തിൽ മുമ്പോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തേക്ക് ദൈവം എനിക്ക് ഫലം തന്നു. ഞാൻ എന്നിട്ടും ദൈവത്തോട് നെഗറ്റീവ് ചോദ്യം ചോദിച്ചില്ല, കർത്താവ് എന്തോരം ഇങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് ദൈവം തന്ന വചനത്തിന്റെ അർത്ഥം എനിക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അതിന്റെ അർത്ഥം എന്താണ്. എത്ര വലിയ വെള്ളത്തിനകത്ത് പോയാലും അത് വെള്ളത്തിന്റെ അകത്ത് നിന്നെ നശിപ്പിക്കത്തില്ല. അതിനകത്തുനിന്ന് പോയാലും നീ മുമ്പോട്ട് തന്നെ പോകും. തീന്റെ അകത്ത് പോയാലും ആ തീ എരിപ്പിക്കത്തില്ല, മുമ്പോട്ട് പോകും. ഈ അവസ്ഥയിനകത്ത് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിച്ചു. എല്ലാ ദുഃഖവും കഷ്ടപ്രയാസം സഹിക്കാൻ വേണ്ടി ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും ട്രൈബൽ ഏരിയ പോകുന്നു. അടുത്ത മാസം ബീഹാറിലോട്ട് പോകുന്നു. എപ്പോഴും യാത്രകളാ. ഈ 2 മക്കളെ വിട്ടിട്ട് അമ്മയുണ്ട്. ഞാൻ മുമ്പോട്ട് പോകും. കാരണം ദൈവം ഒരു വേല തന്നിട്ടുണ്ട്, അത് ചെയ്യും. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വചനത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അത് സംഘടനയായാലും സഭയായാലും വിശ്വാസികളായാലും. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് അവസ്ഥ നടത്തുന്നു പോയാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ അകത്ത് ഒരു കാര്യം അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ ഏകനല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. എത്ര വേദന തകർത്ത് പോയാലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എപ്പോഴും നല്ലതായിരിക്കും. നഷ്ടങ്ങൾ ഒത്തിരിയും നമുക്ക് സംഭവിക്കും. നമ്മൾ സഹിക്കാൻ തയ്യാറാകും. നഷ്ടങ്ങൾ സഹിക്കാതെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ പറ്റത്തില്ലെന്ന ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം തരാം. ദാവൂദിന്റെ ജീവിതവും സോളമന്റെ ജീവിതം. ദാവൂദ് ജീവിതം മൊത്തം യുദ്ധം ചെയ്തിട്ടാ ജീവിച്ചു. എപ്പോഴും യുദ്ധങ്ങളായിരുന്നു. ജീവിതം മൊത്തം സംഘർഷം ചെയ്തു. ജീവിതത്തിനകത്ത് ഒത്തിരി തിന്മകൾ ദാവൂദ് കണ്ടു. സ്വന്തം വിശ്വസിച്ച ആളുകൾ വിട്ടു, മോൻ വരെ അഗസ്റ്റായി. പക്ഷെ എന്നാലും ദാവൂദിന് ഒരു കാര്യം അറിയാം, ദൈവം എൻ്റെ കൂടെ. ഞാൻ പരാജയപ്പെടുത്തില്ല. സ്വന്തം മോൻ അബ്സലോൻ മൊത്തം ഇസ്രായേലികളെ അവന്റെ പക്ഷത്ത് ആക്കിയിട്ട് പോലും ദാവൂദ് വിജയിച്ചു. തെറ്റ് ചെയ്തിട്ട് പോലും ദാവൂദ് തിരിച്ചു വന്നു. കാരണം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ സുലൈമാന്റെ നമ്മുടെ അന്തം നോക്കിയാൽ ജീവിതം മൊത്തം സ്വസ്ഥമായിട്ട് ജീവിച്ചു. ഒരു യുദ്ധം കണ്ടില്ല, ഒരു യുദ്ധം ചെയ്തില്ല. ലോകത്തിന്റെ എല്ലാ അനുഗ്രഹം പ്രാപിച്ചു. ലോകത്തിന് ഏറ്റവും വലിയ ബുദ്ധിശാലി മനുഷ്യനായി തീരുന്നു. ശരീരത്തിന്റെ എല്ലാ സുഖങ്ങൾ അനുഭവിച്ചു. പക്ഷെ അന്തം എന്തോ ആയി, ദൈവം ഇല്ലാതെ കൊണ്ട് മനുഷ്യൻ.
നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, നിന്ദകളുണ്ടെങ്കിൽ 100% നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനകത്തുനിന്ന് പോകാൻ വേണ്ടി ആ ദൈവം നമ്മളെ എടുത്തേക്കുന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ. കാരണം അതിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അതാ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നഷ്ടങ്ങളോ സഹിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ഇന്ന് എന്റെ ആഗ്രഹമുണ്ട്, രോഗിയായിട്ട് മരിക്കാൻ ഞാൻ താല്പര്യപ്പെടും. ഇന്ന് എനിക്ക് ശരീരത്തിൽ ഒത്തിരി രോഗങ്ങളുണ്ട്. ഞാൻ പറയുന്ന കർത്താവ്, രോഗിയായിട്ട് മരിക്കുന്നു. സുവിശേഷ വേല ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് മരിക്കുക, അല്ലെങ്കിൽ പിന്നെ RSSന്റെ ഒരു ഉണ്ട ശരീരത്തിനകത്ത് കിട്ടിട്ട് മരിക്കുക, അതായിരിക്കും നല്ലത്. ആണ് ദൈവത്തിന് വേണ്ടി ശരീരം കൊടുത്തെങ്കിൽ ദൈവത്തിന് പ്രയോജനപ്പെടും. സത്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 99 പേര് നമ്മുടെ കൂടെ നിൽക്കത്തില്ല, ഒരാളെ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഞാൻ ഈ മനസ്സിലാക്കിയ സുവിശേഷ വേലയ്ക്കകത്ത് നമ്മൾ ഒത്തിരി നമുക്ക് വചനത്തിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കാണും. ഓർഗനൈസേഷനകത്ത് നോക്കിയാൽ, ലീഡർഷിപ്പിനകത്ത് നോക്കിയാൽ, ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ആയിരിക്കും അവർ കോംപ്രമൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നേ. പക്ഷെ നമുക്ക് തീരുമാനം എടുക്കണം. നമ്മള് കോംപ്രമൈസ് ചെയ്ത് അവരുടെ കൂടെ പോവുമോ, അല്ലെങ്കിൽ അവര് റൈറ്റിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ 2 പേര് 3 പേര് നിൽക്കത്തുള്ളൂ, ബാക്കി എല്ലാവരുടെ കൂടെ ആയിരിക്കും. പക്ഷെ അന്നേരം മനസ്സിലാക്കണം, അവരുടെ കൂടെ ദൈവം ഇല്ല, ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും. നമുക്കത് മതി. ഈ ലോകത്തിൽ ചിലപ്പം അവര് പ്രാപിച്ച പോലെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല, ഉയർച്ചകൾ പ്രാപിക്കാൻ പറ്റത്തില്ല, സ്ഥാനങ്ങൾ പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലാസ്റ്റ് ദൈവത്തിന്റെ സന്ധ്യ പോകുന്ന ഒരു ശബ്ദം നമുക്ക് കേട്ടാൽ മതി, ഫെയ്ത്ത്ഫുൾ സെർവന്റ്, യു പ്ലീസ് മീ, നീ എന്നെ സന്തോഷിപ്പിച്ചു, യു ആർ ഫെയ്ത്ത്ഫുൾ. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം. അതുകൊണ്ട് ദൈവം മരിക്കുന്നവരെ നാളെ എന്തോ നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, മരിക്കുന്നവരെ ദൈവത്തെ മാത്രം സന്തോഷിപ്പിച്ചിട്ട് വിത്തൗട്ട് കോംപ്രമൈസ് ചെയ്ത്, വചനത്തെ മിക്സപ്പ് ചെയ്യാതെ, അതുപോലെ സൂചന പറയാൻ വേണ്ടി, സഭ അതുപോലെ നടത്താൻ വേണ്ടി, ദൈവം സഹായിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ കൃപ എപ്പോഴും എൻ്റെ മേലിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയൊരു ടെസ്റ്റിമണി മാന്ത്രം ദൈവം ഒത്തിരി പേരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരു അവസരം തന്ന എസ്പെഷ്യലി ഡാനിയൽ ജോൺ ദേവദാസനും അരോമ TVക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ഡാനിയൽ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ ഒരവസരം കൂടി കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ ദൗത്യവുമായി രാജസ്ഥാനിലേക്ക് കടന്നുപോയതായ ഒരു മിഷണറിയുടെ മകൻ ഒരു മിഷണറി ആയിത്തീരുക എന്ന് പറഞ്ഞാൽ അത് ദൈവ പദ്ധതി പ്രകാരം എന്നല്ലാതെ പറയാൻ കഴിയില്ല. ഒരു മിഷണറിയുടെ മകന് അടുത്ത ഒരു മിഷണറി ആയി തീരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സുവിശേഷ ദൗത്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കണ്ടും കേട്ടും വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതേ കഷ്ടതയുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഏറെ വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നല്ല വിദ്യാഭ്യാസവും അധ്യാപന ജോലിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവീയ ഇടപെടലുകൾ നേരിട്ട് അനുഭവിച്ചതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരുടെയും പ്രേരണ കൂടാതെ, ആരുടെയും പ്രഷർ കൂടാതെ സുവിശേഷ വേല ചെയ്യുവാൻ, ജീവിതത്തെ സമർപ്പിക്കുവാനും ദൈവവചനം പഠിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏത് മണ്ണിൽ ജനിച്ചു വളർന്നോ അതേ മണ്ണിലേക്ക് കർത്താവിൻ്റെ വേലയുമായിട്ട് കടന്നു പോകുവാൻ ദൈവം വിളിച്ചിറക്കിയ
ദൈവ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബിജു ഡാനിയലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. രാജസ്ഥാനിൽ ജനിച്ചു, രാജസ്ഥാനിൽ വിദ്യാഭ്യാസം ചെയ്തു, രാജസ്ഥാനിൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഇന്നും അവിടെ തന്നെ ആയിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നുപോയതായ പിന്നിട്ട പാതകളിൽ അനുഭവിക്കേണ്ടി വന്നതായ, കൊടുക്കേണ്ടി വന്നതായ വില, വേദന എത്ര കണ്ട് വലുതാണെന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വേദന, ഒരുപാട് തിക്താനുഭവം, സുവിശേഷ വിരോധികളുടെ അതിക്രൂരമായ ദേഹോപദ്രവം, ചെവിക്കന്നം അടിച്ചു പൊട്ടിച്ച് ദേഹം മുഴുവനും ഇഞ്ചിഞ്ചായി അടിച്ച് ദേഹോപദ്രവം ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും അതേപോലെ പീഡനം ഏൽക്കുവാനിടയായി. പല സന്ദർഭങ്ങളിലും അവരുടെ കണ്ണിൻ മുൻപിൽ ഒരു നോട്ടപ്പുള്ളിയായി പല സന്ദർഭങ്ങളിലും ദേഹോപദ്രവം നേരിടേണ്ടി വന്നു. പല ആവർത്തി സുവിശേഷ പ്രവർത്തകരുടെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി തീർന്നു. എന്നിട്ടും ഇന്നും അതേ മണ്ണിൽ സുവിശേഷത്തിന്റെ ദീപശിഖയുമായി നിൽക്കുന്ന ആ അഭിഷിക്തൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ഡാനിയലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. സുവിശേഷ വേല അത് വളരെ കഷ്ടതയുടെ, വേദനയുടെ, ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്ന് ആർക്കും ആരോടും പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. ഞാനും വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുദീർഘമായ വർഷങ്ങളായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് കൊണ്ട് എനിക്കും ഈ കാര്യങ്ങൾ അറിയാം. ദൈവദാസൻ അനുഭവിച്ച അത്രയും ക്രൂരതകളും പീഡനങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പല സന്ദർഭങ്ങളിലും സുവിശേഷ വിരോധികളുടെ ആക്രമണം, ദേഹോപദ്രവം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം. സുവിശേഷ വേലയിൽ കർത്താവിന്റെ വയലിൽ നിൽക്കണമെങ്കിൽ നമുക്ക് തകർക്കപ്പെടാതെ അവിടെ തുടർന്ന് പോകുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതിനുശേഷം കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരു ചിറക് അറ്റുപോകുന്ന ഒരനുഭവം. ഒരു പക്ഷിയുടെ ചിറകുകളിൽ ഒന്നറ്റുപോയാൽ ഒരിക്കലും അതിന് വേണ്ടതുപോലെ മുന്നോട്ട് പറക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പോലെ ജീവിത പങ്കാളി കാൻസർ രോഗം വന്നിട്ട് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അത് 4th സ്റ്റേജും അതിനേക്കാൾ കൂടിയതുമായ ഒരവസ്ഥ വന്നപ്പോഴാണ് അങ്ങനെ രോഗത്തെക്കുറിച്ച് പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഡോക്ടർമാർ കൈവിട്ടു. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. മാനുഷികമായി പല പ്രതീക്ഷയുടെയും ആശയുടെയും വാക്കുകൾ മനുഷ്യമായി പറഞ്ഞുവെങ്കിലും ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ ദാസി താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് തൻ്റെ വിശ്രാമ സ്ഥലത്തേക്ക് താനെ കടന്നുപോയി. സ്തോത്രം. ഇപ്പോഴും ആ മഹത്വമുള്ള ശുശ്രൂഷയിൽ നിന്ന് പിന്മാറാതെ, ആ മഹത്വമുള്ള ശുശ്രൂഷയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ, അതേ തീഷ്ണതയോടെ, അതേ ഉത്സാഹത്തോടെ, അതേ കാഴ്ചപ്പാടോടുകൂടി ഇന്നും ആ സുവിശേഷ രണാങ്കണത്തിൽ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജു ഡാനിയലിനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷ ദൗത്യവുമായി കടന്നുപോയിട്ടുള്ള മിഷണറി വര്യന്മാരുടെ തലമുറകൾ പലരും ഇന്ന് ആ പാത തിരഞ്ഞെടുക്കാതെ ഇരിക്കുമ്പോൾ
കാരണം അവരുടെ കുറ്റമല്ല, അവരുടെ പിതാവ്, അവരുടെ മാതാപിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾ, അവർ കടന്നുപോയിട്ടുള്ള ആ ത്യാഗം ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അത് പിന്തുടരുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആ പാത തിരഞ്ഞെടുക്കാൻ കഴിയാതിരിക്കും. എങ്കിലും അവരിൽ ചിലരൊക്കെ, പലരെയും കർത്താവ് തിരഞ്ഞെടുത്ത് ആമേൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസൻ ബിജു ഡാനിയൽ രാജസ്ഥാനിൽ ജനിച്ചു, അവിടെ വിദ്യാഭ്യാസം ചെയ്തു, അവിടെ വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ മലയാള ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയായ മാതൃഭാഷ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹം രാജസ്ഥാനിൽ ജനിച്ചു വളർന്നതാണ്. മലയാളം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ അറിയത്തില്ല എങ്കിൽ പോലും ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹം നന്നായി യാതൊരു തെറ്റും കൂടാതെ മലയാളത്തിൽ സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവദാസനെ അഭിനന്ദിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ, ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ശ്രവിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ സുവിശേഷ വിരോധികളുടെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന സുവിശേഷ വേലക്കാരൻ, ദൈവസഭകൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ദയനീയമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ വേദനയും അതേ വിഷമങ്ങളും അതേ വിശപ്പും അതേ ദാഹവുമാണ് ഞങ്ങൾക്കും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണമേ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, ഒരു സഹോദരിയെ പോലെ, ഒരു കുടുംബാംഗത്തെ പോലെ ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ. സ്തോത്രം. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷ വിരോധികൾ ഏത് സമയവും ജനത്തെ, ദൈവദാസന്മാരെ കടന്നാക്രമിക്കുമ്പോൾ നാളെ എന്ത് എന്ന് ഒന്നും പറയുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആകയാൽ ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. मेरे प्यारे परमेश्वर का दास प्रिया बिजू डैनियल, आज हमारे बीच में अब तक उनका जीवन का अनुभव से, उनका जीवन का बहुत व्यक्तिगत जीवन में उन्होंने सामने किया हुआ बहुत कुछ बातें आज हमारा बीच में बोलने के लिए प्रभु ने उनको कृपा किया. उनका जीवन का हर वक्त, हर परिस्थितियों में उनके साथ रहते हुए परमेश्वर का महान कार्यों को अनुभव करने के लिए प्रभु ने अभी तक उनका जीवन में कृपा किया है. तो आगे भी परमेश्वर का महान सामर्थ्य उनके साथ रहकर प्रभु के नाम की महिमा के लिए, उनको और भी अधिकतम प्रभु के राज्य के लिए, विस्तार के लिए प्रभु ने उनको उपयोग किया जाए, हमारा आशा और आग्रह और प्रार्थना. परमेश्वर का दास को हम प्रणाम करता, अभिनंदन करता हूं, अभिमानित हो रहा हूं कि परमेश्वर के नाम की महिमा के लिए प्रभु आपको और भी विस्तार रूप से आमेन इस्तेमाल किया जाए, हमारा आग्रह प्रार्थना. अरोमा टीवी के द्वारा आपको हमें अभिनंदन करता हूं. प्रभु आपको आशीर्वाद करे. मैंने विनती करता हूं कि अभी हमारे अरोमा टीवी के प्रेक्षकों के लिए आमेन एक क्षण आमेन आपने प्रार्थना में उनको आशीर्वाद करिएगा, ताकि प्रभु के नाम की महिमा हम यहाँ पर अभी कर सकते. परमेश्वर का दास बिजू डैनियल कृपया प्रार्थना में हमें अगुवाई करें. ധന്യവാദം. ആ ദൈവസ്ഥലം നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. हालेलुया. धन्यवाद, 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 धन्यवाद. प्यारे परमेश्वर पिता, हम आपको धन्यवाद करते खुदा आज के इस दिन के लिए जो आपने हमारे जीवन में दिया. धन्यवाद परमेश्वर, आपकी महान करुणा दया आज तक हम पे है प्रभु. अनेकों लोग चाह करके आज का दिन देख ना पाए, लेकिन आपकी महान करुणा दया आज भी हम पे रही. प्यारे परमेश्वर, धन्यवाद करते खुदा तमाम अरोमा टीवी प्रभु व्यूवर्स के लिए, प्यारे खुदा इसको सुनने देखने वालों के लिए प्रभु धन्यवाद करते. परमेश्वर इसका नेतृत्व कर रहे आपके दास
पास्टर डैनियल जॉन जी के लिए, उनके परिवार के लिए धन्यवाद परमेश्वर, आपने उनके द्वारा प्रभु प्यारे खुदा देश के चारों तरफ प्रभु दुखों में, कष्ट वेदनाओं में जी रहे अनेकों भक्तों के, अनेकों दासों के, दासियों के खुदा गवाहियों को परमेश्वर प्रभु यहाँ तक प्रभु अनेक लोगों तक पहुंचाने के लिए अरोमा टीवी के द्वारा प्रभु अनेक लोग इसको जानने के लिए आपने मौका अवसर दिया। प्रार्थना करते तमाम परमेश्वर प्रभु, प्यारे परमेश्वर प्रभु सुनने वालों के लिए प्रभु प्यारे खुदा उन सबको परमेश्वर अनुग्रह करना, आशीषित करना खुदा, जो गवाही परमेश्वर सुनते खुदा उनके जीवन के विश्वास को बढ़ाए, उनके आत्मिक जीवन को बढ़ाए, उन्हें और भी प्रभु में जीने के लिए सहायता करे, प्रभु के राज्य के लिए काम करने के लिए सहायता करे खुदा, सबको उनके परिवारों को बहुत से अनुग्रह करना खुदा। प्यारे परमेश्वर हमारी गवाही अनेकों लोगों के जीवनों को बदल दे, जो कमजोर है विश्वास मजबूत हो जाए, जो निराश ने शक्ति बल मिले, पवित्र आत्मा सहायता करे खुदा, आपके हाथों में समर्पित करते खुदा। आने वाले दिनों के अंदर और भी शक्ति सामर्थ्य के साथ प्रभु हम आपके लिए जिए, आपके लिए खड़े रहे, आपके लिए जिए, आपके लिए मरे प्रभु, पवित्र आत्मा सहायता करे। आपके दास पास्टर डैनियल जॉन को, परिवार को, अरोमा टीवी के हर एक परमेश्वर व्यूअर्स को प्रभु आप अनुग्रह करना, आशीषित करना, यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन आमेन आमेन आमेन। बहुत बहुत धन्यवाद, शुक्रवार परमेश्वर का दास बिजू डैनियल को, आपको, आपके बच्चों को, भाइयों को പ്രഭു ബഹുത്തായി ആശീർവദിക്കട്ടെ. നമ്മുടെ ആഗ്രഹ പ്രാർത്ഥന. വളരെ നന്ദി. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോട് ഞങ്ങൾ അറിയിക്കുന്നു, ഇത്രത്തോളം സമയം ആമേൻ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങൾക്ക് സന്തോഷകരമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടിയായിത്തീരും. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com